ഇന്നത്തെ മുഖ്യ ടൈറ്റിൽ ശരിയായ രീതിയിൽ ബൈബിൾ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ മെസ്സേജിൽ നമ്മൾ പരസ്പരം സംസാരിക്കും. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾക്കറിയാമോ, പുത്രനെ സൃഷ്ടിച്ചത് ആ സ്നേഹപാത്രമാകുവാൻ വേണ്ടിയാണ്. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നമേ ഈ ഭൂമിയിൽ ചുറ്റും ഉണ്ടായിരുന്നതെല്ലാം അത് സ്വർഗീയ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ബൈബിൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എങ്ങനെയാണ് സ്വർഗീയ പിതാവ് വചനത്തിലൂടെ ഈ മുഴുവൻ സൃഷ്ടിയും ഉണ്ടാക്കിയത് എന്നും ആദമിനെ പിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് അവൻ്റെ മുക്കിൽ ജീവശ്വാസമോതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതുകൊണ്ട് ആദമും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ അറുക്കപ്പെട്ടു എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശരീര ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, സ്വർഗീയ പിതാവ് നമ്മുടെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു. ഈ എല്ലാ സത്യങ്ങളും നമ്മുടെ തിരിച്ചറിവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സത്യങ്ങളിൽ ഉണരേണ്ടത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ എത്രയധികം നമ്മൾ സത്യത്തിൽ ഉണരുന്നുവോ അത്രയധികം നമ്മൾ സത്യത്തെ ഗ്രഹിക്കുവാനിടയായിത്തീരും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വന്തരാക്കുകയും ചെയ്യുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അത്രയധികം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ വിശ്രമത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് നിമിഷം ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചോ എന്റെയും നിങ്ങളുടെയും വീണ്ടും ജനനം നടന്നു. ആ സമയം മുതൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് പിതാവിനാൽ മുൻനിയമിക്കപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ വഴികളിൽ വരുന്ന ഓരോരുത്തരും അവർ പിതാവിനാൽ നിയമിക്കപ്പെട്ടവരാണ്. എന്താണ് വചനത്തിൽ സംഭവിച്ചത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്? സ്വർഗീയ പിതാവിനെ ആദമിനെ സൃഷ്ടിച്ചു. ആദം പാപത്തിൽ വീണു. ആ പാപത്തിലൂടെ മരണം ഈ ലോകത്തിൽ വരുവാനിടയായി. എല്ലാം ആദം കാണാൻ തുടങ്ങിയത് അവൻ്റെ ശാരീരിക തിരിച്ചറിവിനനുസരിച്ചായി തീർന്നു. അത് മരണത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ആദം സ്വർഗീയ പിതാവിൻ്റെ ശബ്ദം അല്ലെ വചനത്തിനനുസരിച്ചല്ല ജീവിച്ചിരുന്നത്. പക്ഷെ അവൻ്റെ ശരീരത്തിൻ്റെ കണ്ണ് തുറന്നിരുന്നു. അതിനനുസരിച്ചാണ് അവൻ ജീവിക്കാൻ തുടങ്ങിയത്. സ്വർഗീയ പിതാവ് അവൻ്റെ ആളുകളെ ആയിട്ട് വാഗ്ദത്തങ്ങൾ മുഖാന്തരം സംസാരിക്കാൻ തുടങ്ങി. അബ്രഹാമിന് വാഗ്ദത്തം നൽകി, നിന്റെ സന്തതി മുഖാന്തരം സന്തതിയിൽ നിന്നും മശിഹ ഉണ്ടാവുമെന്നും അത് ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ ആയിരിക്കുമെന്നും പറയുവാനിടയായി. നമുക്ക് അറിയാം എങ്ങനെയാണ് അബ്രഹാമിന് 2 സന്തതികൾ ഉണ്ടായതെന്ന്, ഇസഹാക്കും ഇഷ്മായേലും. ഇസഹാക്കിന്റെ വംശത്തിൽ നിന്നും വാഗ്ദത്തം ചെയ്ത സന്തതി ക്രിസ്തു ഉത്ഭവിക്കുവാനിടയായി. ഇത് വളരെ ആവശ്യമാണ്. പാപത്തിൽ വീണതിന് ശേഷവും സ്വർഗീയ പിതാവ് ആഗ്രഹിച്ചു അവൻ്റെ സന്തതി അവർ ആ വചനത്തിനനുസരിച്ച് സഞ്ചരിക്കുകയും ജീവിക്കുകയും ആ വാഗ്ദത്തത്തിനനുസരിച്ചായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ നമ്മളിപ്പോൾ പുത്രന്മാരാണ്. നമ്മൾ എത്രയധികം ആ ദൃഷ്ടിയിൽ ഈ കണ്ണുകൊണ്ടുള്ളതല്ല, പക്ഷെ വാഗ്ദത്തത്തിനനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കണ്ടതുപോലെ പാപം, മരണം അത് ആദമിലൂടെ വന്നു. പക്ഷേ ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് നൽകപ്പെട്ടത്. ഈ ബൈബിളിൽ ഒരു മാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഈ മാപ്പിലൂടെ നമ്മൾ കുറച്ച് അധികം കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് 17-ാം അധ്യായത്തിന് ശേഷമാണ് ന്യായപ്രമാണം നൽകിയത്. ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെ നമുക്ക് കാണാൻ സാധിക്കും ആളുകളുടെ അടുത്ത് ദൈവത്തിലൂടെ ഉള്ള ന്യായപ്രമാണം നൽകിയിട്ടില്ലായിരുന്നു. പക്ഷെ അവർ ആ കൃപയിലാണ് ജീവിച്ചത്. നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എങ്ങനെയാണ് അവൻ വ്യാജം പറഞ്ഞത് എന്ന്. അവരുടെ ഭാര്യ സാറ സഹോദരിയാണെന്ന് പറഞ്ഞ ആ രാജാവ് അബീമലേക്ക് അവളെ എടുത്തുകൊണ്ട് പോയി. നമുക്ക് കാണാൻ സാധിക്കും അവൻ ചെയ്ത തെറ്റ്, അത് അവൻ വ്യാജം പറഞ്ഞു അബീമലേക്കിനോട്. പക്ഷെ ആ രാജാവ് സാറയെ കൊണ്ടുപോകുവാനിടയായി. അപ്പോൾ ദൈവം അവിടെ വന്നിട്ട് ആ രാജാവിന് ന്യായം നടത്തുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം വിശ്വസിച്ചു. ആ വിശ്വാസം ദൈവത്തിൻ്റെ വചനത്തിലായിരുന്നു. സ്വർഗീയ പിതാവ് അവനോട് പറഞ്ഞ കാര്യങ്ങളിൽ ഈ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതികൾ ഉണ്ടാവുമെന്ന്. ആ വിശ്വാസം അതവന് നീതിയായി കണക്കെടുക്കുകയാണ്. ആ വാഗ്ദത്തം സ്വർഗീയ പിതാവിലൂടെ നടന്നപ്പോൾ നിന്റെ സന്തതികൾ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്നും ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. അബ്രഹാം വിശ്വസിച്ചു, അതവന് വേണ്ടി നീതിയായി കണക്കിട്ടുവെന്ന്. ഇത് സ്വർഗീയ പിതാവിന് വളരെ മഹത്വപൂർണമായ കാര്യമായിരുന്നു. അവൻ്റെ എത്രയധികം സന്തതികളുണ്ടോ അവർ വചനത്തിലൂടെ അവരുടെ ജീവിതം ജീവിക്കണം എന്നുള്ളത്. ആദം പാപം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ പാപം രക്തത്തിൽ വരുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ പാപം രക്തത്തിലുണ്ടായിരുന്നു. ആ രക്തത്തിലൂടെ ജനിച്ചതെല്ലാം മരണത്തിലായി തീരുവാനിടയായി.
ആളുകൾക്കറിയില്ലായിരുന്നു അവർ പാപികളാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു. അവർക്ക് ആ പാപത്തിന്റെ തിരിച്ചറിവിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. പിന്നെ ദൈവം ന്യായപ്രമാണം കൊടുക്കുകയാണ്. എന്തിന്? ആളുകൾ ഉണരുവാൻ, അവർ പാപികളാണ്, അവർക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് എന്നറിയുവാൻ. നമുക്ക് വായിക്കാം റോമർ അതിൻ്റെ 7-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നു എങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവിക്കാനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നുവെന്നോ? നമുക്ക് 7-ാം വാക്യം വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നാം എന്ത് പറയണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. സ്വർഗീയ പിതാവ് പാപത്തെ അറിയാതിരുന്നപ്പോൾ അവരുടെ ശരീരത്തിലുള്ളത് അവൻ എന്താണ് ചെയ്തത്? ന്യായപ്രമാണം കൊടുത്തു. അത് ഇതുപോലെയാണ്. ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങൾ ആ കാര്യം ചെയ്യരുത് എന്ന്. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്ന്. അതുകൊണ്ട് പഴയ നിയമത്തിലും ഹോമയാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്തിന്? സ്വർഗീയ പിതാവ് അവന്റെ കൃപ അവരുടെ മേൽ പ്രകടിപ്പിക്കുവാൻ വേണ്ടി, ആ രക്തത്തിലൂടെ അവർ വിടുതൽ പ്രാപിക്കുവാൻ. ഇതിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ നോക്കിയ മാപ്പ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ടെസ്റ്റ്മെന്റ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്. വിൽ അല്ലെങ്കിൽ വിൽപത്രം. ആ വിൽപത്രം എപ്പോഴാണ് അവർക്ക് ലഭിക്കുന്നത്? ഒരു മനുഷ്യൻ മരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, യേശു ക്രിസ്തു മരിക്കേണ്ടത് ആവശ്യമായിരുന്നു എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമ്മൾ ആ അവകാശം പ്രാപിക്കുവാൻ വേണ്ടി. ഒരാളുടെ അവകാശം നിങ്ങൾ എപ്പോഴാണ് പ്രാപിക്കാൻ സാധിക്കുന്നത്? ഒരാൾ മരിക്കുമ്പോഴാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലും പഴയ അവകാശങ്ങൾ അവർ പ്രാപിച്ചിരുന്നത് അവർ ആ കുഞ്ഞാടിൻ്റെയും കോലാട്ടുകൊറ്റന്മാരുടെയും രക്തത്തിലൂടെയായിരുന്നു. ആ പുതിയ നിയമത്തിൽ പുതിയ അവകാശങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നത് അത് എന്തിലൂടെയാണ്? അത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ യോഗ്യരാക്കുന്നത് പിതാവിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടി അത് എന്താണ്? അത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. എല്ലാ അവകാശങ്ങളും അത് രക്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചതുപോലെ ഈ മാപ്പിനനുസരിച്ച് ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെ എത്ര മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചോ ആ സമയത്ത് ന്യായപ്രമാണം കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു പാപത്തിൻ്റെ തിരിച്ചറിവും അവരുടെ മുകളിലില്ലായിരുന്നു. അവിടെ പുറപ്പാട് നമുക്ക് വായിക്കാൻ സാധിക്കും, ദൈവം ആ 10 കൽപ്പന കൊടുക്കുകയാണ്. അതിനോട് കൂടെ ഹോമ യാഗങ്ങളുണ്ടായിരുന്നു, പെസഹ ഉണ്ടായിരുന്നു. എന്തിനാണ്? ആ പാപത്തിന്റെ തിരിച്ചറിവ് അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി. അതിനോട് കൂടെ ഒരു കൃപയും ചെയ്യുവാൻ വേണ്ടി ഒരു വാതിലും തുറന്നു, ആ രക്തത്തിലൂടെയുള്ളത്. പഴയ നിയമം ദൈവവും മനുഷ്യന്റെയും ഇടയിലായിരുന്നു. മനുഷ്യൻ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ അവർക്ക് സാധിച്ചു. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എത്രയധികം വാഗ്ദത്തങ്ങൾ അവൻ നൽകിയിട്ടുണ്ടോ ആ വാഗ്ദത്തങ്ങളോടെല്ലാം കൂടെ ഒരു നിബന്ധനയും വെച്ചിരുന്നു. ആ നിബന്ധന നിങ്ങൾ പാലിക്കുമ്പോൾ ആ വാഗ്ദത്തം പൂർത്തിയാകുകയാണ്. എത്ര കൽപ്പനകൾ നൽകിയതിനു ശേഷവും സ്വർഗീയ പിതാവ് അറിഞ്ഞിരുന്നു മനുഷ്യൻ ഒരിക്കലും അവൻ്റെ പ്രവൃത്തിയിലൂടെ അവർക്ക് വിശുദ്ധിയും നീതിയും പ്രാപിക്കാൻ സാധിക്കില്ല. ഇതിനു ശേഷവും ആ ന്യായപ്രമാണം അനുസരിക്കാതെ ക്രോധം അവരുടെ മേളിൽ വരണമായിരുന്നു. അതിനൊരു വഴിയുണ്ടായിരുന്നു, ഒരു രക്തത്തിൻ്റെ ബലി. അതിലൂടെ അവർക്ക് ക്ഷമ പ്രാപിക്കാൻ സാധിക്കുമായിരുന്നു. നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് തോന്നാം പുതിയ നിയമം അതാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങൾ. ആ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അത് മാത്രം അല്ല പുതിയ നിയമത്തിൻ്റെ ഭാഗം. യേശു ക്രിസ്തു വന്നു ആ ന്യായപ്രമാണം പൂർത്തീകരിക്കുവാൻ വേണ്ടി.
ആ എല്ലാ വാഗ്ദത്തങ്ങളും ദൈവത്തിലൂടെ പറഞ്ഞത്, ആ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു വന്നു. ഈ വാഗ്ദത്തങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയോടാണ് പറഞ്ഞിരുന്നത്? നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആടുകളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ആളുകളെക്കുറിച്ച്, അത് ഞാനും നിങ്ങളുമല്ലായിരുന്നു, ഞാനും നിങ്ങളും അന്യജാതിയുടെ ആളുകളായിരുന്നു. അവരെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് അത് യഹൂദരെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. അവരായിരുന്നു ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ശമര്യരുടെ അടുത്തേക്ക് പോകരുത് സുവിശേഷവുമായിട്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോകണമെന്ന്. അവർ യഹൂദരായിരുന്നു. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ സ്വീകരിച്ചില്ല, ഗ്രഹിച്ചില്ല. ആ സുവിശേഷം അപ്പോൾ നമ്മളുടെ അടുത്തേക്ക് എത്തുവാനിടയായി. ഇപ്പോൾ ഞാനും നിങ്ങളും സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നത് നമ്മളൊരു യഹൂദിയുടെ തിരിച്ചറിവിനോടെ അല്ല, നമ്മൾ വിശ്വാസത്തിലൂടെ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്ന സന്തതികൾ അവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നത്. ഞാനും നിങ്ങളും വിശ്വസിച്ചപ്പോൾ എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജനനം നടന്നു. നമ്മളെ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, നമ്മളെ ഈ ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മളെ അവൻ തിരഞ്ഞെടുത്തിരുന്നു. അവനറിയാമായിരുന്നു നമ്മളെക്കുറിച്ച്. എന്താണ് സംഭവിക്കുന്നത്? ആളുകളോട് നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നു, അവർ രാജ്യത്തിൽ വരുന്നു, അവർക്ക് നമ്മൾ ബൈബിൾ കൊടുക്കുന്നു. ആ ആളുകൾ പഴയ നിയമം വായിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് ദൈവം അവൻ ക്രോധം ചെയ്യുന്ന ദേഷ്യമുള്ളൊരു ദൈവമാണ്. അങ്ങനെ ഒരു ചിത്രം വരികയാണ്. ദൈവം ശിക്ഷ കൊടുക്കുകയാണ് ആളുകൾക്ക്. അവർ ബൈബിൾ വായിക്കുമ്പോൾ അവർക്ക് തോന്നാം ഇപ്പോഴും ദൈവം അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത് എന്ന്, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ. പക്ഷെ സത്യം ഇതാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണോ? അതെ, അത് തീർച്ചയായും ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷെ നമ്മൾ നോക്കണം വചനം ആരോടാണ് പറഞ്ഞിരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും എഴുതിയിരുന്നത് മുന്നമേ നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണ്. ഞങ്ങളിപ്പോഴും ആ പഴയ നിയമങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മൾ ഇപ്പോഴും ആ പഴയ പ്രവചനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നോക്കിയിരിക്കരുത്. ആ പ്രവചനങ്ങൾ മുന്നമേ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ വചനം വായിക്കാം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ, ഈ വചനം ലൂക്കോസ് അതിൻ്റെ 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഇന്ന് നമ്മൾ ഈ വചനം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണോ? അല്ല, ഇത് മുന്നമേ യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വചനങ്ങളും നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് വളരെ ആവശ്യമാണ്. നമ്മൾ അതിൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു കാര്യത്തിൻ്റെ കണ്ണിലൂടെ കാണണം, ക്രൂശിലൂടെ. നിങ്ങൾക്കറിയാമോ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പുതിയ നിയമം അതിൽ നമുക്ക് കാണാൻ സാധിക്കും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ സുവിശേഷങ്ങൾ തന്നിട്ടുണ്ട്. ആ മത്തായി മുതലാണ് തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് തോന്നാം നമുക്ക് വേണ്ടി ഒരു പുതിയ നിയമം അത് മത്തായി മുതലാണ് തുടങ്ങുന്നതെന്ന്. പക്ഷെ നിങ്ങൾ ആ ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വിൽപത്രത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നുവെങ്കിൽ അതെപ്പോഴാണ് തുടങ്ങുന്നത്? യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം. അതിന്റെ അർത്ഥം എനിക്ക് എൻ്റെ അവകാശം തിരയാൻ പോകണമെങ്കിൽ എന്നെക്കുറിച്ചുള്ള കാര്യം അതെനിക്ക് എവിടെയാണ് ലഭിക്കുന്നത്? അത് ഏത് ലേഖനങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഏത് ലേഖനങ്ങളാണ് ഞാൻ എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് എനിക്ക് പഠിക്കാൻ സാധിക്കുന്നത്? അത് അപ്പോസ്തല പ്രവൃത്തി, റോമർ, കൊരിന്ത്യർ, ഇങ്ങനെയുള്ള എല്ലാ ലേഖനങ്ങളിലുമാണ്. ആളുകൾ പലപ്പോഴും സുവിശേഷം വായിക്കുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അവർക്ക് തോന്നാം ഇതാണ് പുതിയ നിയമം തുടങ്ങുന്നത് ഇവിടെയാണ് എന്ന്. പക്ഷേ സത്യം ഇതാണ്, അവകാശങ്ങൾ പുതിയ നിയമത്തിലുള്ളത് അത് തുടങ്ങുന്നത് ക്രൂശിലെ മരണത്തിന് ശേഷമാണ്. അത് ഏതാണ് എനിക്ക് വേണ്ടിയുള്ള അവകാശം എന്ന് കാണുവാൻ വേണ്ടി യേശു പറഞ്ഞത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു സമയം വരും, ആ വെളിപ്പാടിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരും. ഈ എല്ലാ വെളിപ്പാടും അത് പൗലോസിന് കൊടുത്തു.
പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു, പഴയ നിയമത്തിൽ ന്യായപ്രമാണം എന്തിനാണ് നൽകിയത്? തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദന്മാർക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുമ്പോൾ അന്യജാതികൾ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത് ന്യായപ്രമാണം ഒരിക്കലും തന്നിട്ടില്ല. അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് നൽകിയത്. നിങ്ങൾക്കറിയാമോ, എനിക്കും നിങ്ങളുടെയും രക്തത്തിൽ യഹൂദ രക്തമല്ല എങ്കിൽ ഞാൻ സഭയിൽ പോയാലും എനിക്ക് പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം അതിൻ്റെ അധീനതയിലല്ല ഞാൻ. എന്തുകൊണ്ടെന്നാൽ അത് കൊടുത്തത് യഹൂദർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഏറ്റവും ആദ്യത്തെ വാഗ്ദത്തം അത് നൽകിയത് അത് യഹൂദർക്കായിരുന്നു. പക്ഷേ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ സ്വന്തമായവരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ സ്വന്തമായവർ അവനെ സ്വീകരിച്ചില്ല, അവർ അവനെ ക്രിസ്തുവായി അംഗീകരിച്ചില്ല. അവർ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരുന്നു. മശിഹ അവരുടെ മുമ്പിൽ വന്നപ്പോൾ അവർ ആ മശിഹയെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. ഇതിനെ അധികമായി ആഴത്തിൽ നമുക്ക് പഠിക്കാം. നമുക്ക് വചനത്തിൽ നിന്നും വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം നമുക്ക് വായിക്കാം. ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടതെന്ന്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിച്ചു പോകുന്നത് നിനക്ക് പ്രയോജനമത്രേ. മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കും യേശു എങ്ങനെയാണ് ഡിവോഴ്സിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എഴുതുന്നതെന്ന്. എല്ലാ കാര്യങ്ങളും പറഞ്ഞത് യഹൂദരുടെ ഇടയിലാണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ യഹൂദരുടെ ന്യായക്കായിരുന്നു ന്യായപ്രമാണം നൽകിയത്. അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു വ്യഭിചാരം ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ എന്നെ പറയാൻ അനുവദിക്കുക. വ്യഭിചാരം എന്ന് പറയുന്നത് നമ്മൾ ആരെക്കുറിച്ചെങ്കിലും മോഹിച്ചാൽ അതും വ്യഭിചാരമാണ്. അവൻ പരസ്പരം നോക്കുന്നത് നിർത്തണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. അവൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അവരെ തന്നെ അവസാനത്തെ അവൻ ആഗ്രഹിച്ചോ പരസ്പരം അവർ നോക്കുന്നത് അവസാനിപ്പിക്കണമെന്ന്? അവൻ പറഞ്ഞത് നമ്മളെ തന്നെ അവരുടെ അറുതി വരെ എത്തിയിട്ട് അവർ അറിയണം ഞങ്ങൾക്കൊരു മശിഹായുടെ ആവശ്യമുണ്ടോ എന്ന് അവർ അറിയണം. അതുകൊണ്ടാണ് ആ ധനികനായ വ്യക്തിയും യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ പറയുന്നത്, ഞാൻ മുഴുവൻ ന്യായപ്രമാണവും പ്രമാണിച്ചിരിക്കുന്നുവെന്ന്. ഏറ്റവും ആദ്യത്തെ കാര്യം അവൻ വ്യാജമാണ് പറഞ്ഞത്. ഒരിക്കലും ഒരു ന്യായപ്രമാണം ഒരു വ്യക്തിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിലും ആ കുഞ്ഞാടിൻ്റെ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നത്. അവൻ ആ കാര്യത്തിൽ അവൻ അഹങ്കരിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ കയ്യിലുള്ളതെല്ലാം ശരി, നിന്റെ കയ്യിലുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് നമ്മൾ ഒന്നും ചെയ്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത് നമ്മുടെ പ്രവൃത്തി മൂലമല്ല. അതുകൊണ്ടാണ് ആ ധനികനായ വ്യക്തിയും അറിയേണ്ടത് ആവശ്യമായിരുന്നു, അവനൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് എന്ന്. യേശു അറിഞ്ഞു ആ ധനികനായ വ്യക്തിയും കാണിക്കണം. അവൻ്റെ അവസാനത്തെ അറുതി വരെ എത്തിയിട്ട് അവൻ അറിയണം അവനൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് എന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി 7-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്ത് രാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. ഒരുപാട് ആളുകൾ ഈ വചനം ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് പറയാറുണ്ട്, ഒരുപാട് ആളുകളുണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പക്ഷെ ഇവിടെ വചനത്തിൽ നോക്കുക, എന്താണ് എഴുതിയിരിക്കുന്നത്? എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്താണ് ആ പിതാവിന്റെ ഇഷ്ടം? യേശു പറയുന്നത് ആ പ്രവൃത്തി എന്താണ് യേശുവിൻ്റേത്? അവിടെ യേശു പറയുകയാണ്, ഒരു പ്രവൃത്തിയുണ്ട് ചെയ്യേണ്ടത്. അതെന്താണ്? ആ ഏകജാതനായവനിൽ, പിതാവയച്ച ഏകജാതനായവനിൽ വിശ്വസിക്കുക. അതിന്റെ അർത്ഥം ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം അത് അവർക്ക് വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതല്ല. ഇത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒരു ഗരാജിൽ പോയാൽ നിങ്ങൾ ഒരു വണ്ടി ആകണമെന്നൊരാവശ്യവുമില്ല. അല്ലെങ്കിൽ ചർച്ചിൽ വരുന്ന എല്ലാവരും അവർ വീണ്ടും ജന്മം പ്രാപിച്ചവരാവണമെന്നുമില്ല. അവരുടെ വീണ്ടും ജന്മം നടന്നു അത് പുത്രന്റെ രൂപത്തിലാണെങ്കിൽ ആ വിശ്വാസത്തിലൂടെയാണ്. ചിലപ്പോൾ അവർ പുറത്തെ രൂപത്തിലാണ് അവർ വരുന്നത്, ഹൃദയം കൊണ്ട് അവർ വിശ്വസിച്ചിട്ടില്ലായിരിക്കാം. ഇതൊരു മതത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, ഒരു പ്രവൃത്തിയുണ്ട് പിതാവിൽ നിന്നുള്ളത്, ആ ഏകജാതനായി വിശ്വസിക്കുക, ഞാൻ അയച്ചവനിൽ.
ഏത് നിമിഷം ഞാനും നിങ്ങളും യേശു ക്രിസ്തു വിശ്വസിക്കുന്നുവോ നമ്മുടെ വീണ്ടും ജനം നടക്കുകയാണ്, നമ്മൾ അവൻ്റെ സന്തതികളായി തീരുകയാണ്. ആ പ്രവൃത്തിയെ, ആ പുതിയ സൃഷ്ടിയെ നമുക്ക് വീണ്ടും പഴയതാക്കുവാൻ സാധിക്കുകയില്ല. ഞാനും നിങ്ങളും നമ്മുടെ പപ്പയിൽ നിന്നും മമ്മിയിൽ നിന്നും ജനിച്ചു, നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ടാണ് വന്നത്, രണ്ടുപേരൊന്നായിട്ട്. നമ്മൾ തിരിച്ച് നമ്മുടെ അമ്മയുടെ വയറ്റിൽ പോകാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. ഒരു പ്രാവശ്യം ഒരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ അതൊരു പുതിയ സൃഷ്ടിയാണ്. നമ്മൾ ഈ കാര്യം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ രക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കുകയില്ല. നമ്മൾ യേശു ക്രിസ്തുവുമായി ഒരാത്മാവായിരിക്കുകയാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും എനിക്ക് വേർതിരിക്കുവാൻ സാധിക്കുകയില്ല. അവർ നിങ്ങളിൽ ഒന്നാണ്. ഒരു ചിത്രം നമ്മൾ കണ്ടിരുന്നു, അതിൽ നമ്മൾ കണ്ടു ഒന്നാവുന്നത് ഏകതയെക്കുറിച്ച്, അതിനെ മാറ്റുവാൻ സാധിക്കാത്തത്. അതുകൊണ്ട് നമ്മുടെ രക്ഷ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ സുരക്ഷിതമാണ്. നമ്മൾ ആ രക്തത്തിൽ നിന്നും വീണ്ടുജന്മം പ്രാപിച്ചതാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് വളരെ ആവശ്യമാണ് നമ്മൾ അറിയേണ്ടത്. അത് ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത്? യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനാണ് വന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇത് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ന്യൂ ടെസ്റ്റമെന്റ്, ആ ടെസ്റ്റമെന്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുള്ള അതിൻ്റെ അർത്ഥം അത് വിൽ, അല്ലെങ്കിൽ വിൽപത്രം, അവകാശം. അത് എപ്പോഴാണ് തുടങ്ങുന്നത്? ഒരാളുടെ മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ വാഗ്ദത്തങ്ങളും തുടങ്ങുന്നത് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമാണ്. അതെവിടെ നിന്നാണ്? അപ്പോസ്തല പ്രവൃത്തി, റോമർ, ഗലാത്യർ, കൊരിന്ത്യർ. എത്രയധികം നിങ്ങൾ ഈ ലേഖനങ്ങൾ വായിക്കുന്നുവോ നിങ്ങളുടെ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. നമുക്കറിയാം യേശു ക്രിസ്തുവിന് 12 ശിഷ്യന്മാരായിരുന്നു. അവർ ഒരുപാട് ബൈബിളിൽ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ലേഖനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും അധികം ലേഖനം എഴുതിയത് പൗലോസിലൂടെയാണ്. എന്തുകൊണ്ട്? യേശുവിന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ യോഹന്നാനോ മർക്കോസിനോടോ മത്തായിയോടോ പറയാൻ സാധിക്കുമായിരുന്നു ലേഖനം എഴുതാൻ. എന്തുകൊണ്ട്? ഇവരെല്ലാം യേശുവിനെ ശരീരത്തിൽ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു വ്യക്തിയെ അവൻ തിരഞ്ഞെടുക്കുകയാണ്. അവൻ്റെ ശരീരത്തിൽ അവനോട് കൂടെ സഞ്ചരിച്ചിട്ടില്ലാത്തൊരു വ്യക്തി. ആ വെളിപ്പാട്, ആ ബൈബിളിൻ്റെ സുവിശേഷത്തിൻ്റെ മർമ്മം അത് പൗലോസിനെ വെളിപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ അടക്കപ്പെട്ട് കഴിഞ്ഞു. ഞാനും നിങ്ങളിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നമ്മൾ വിശ്വാസത്തിലൂടെ ദൈവത്തിൽ നിന്നും ജനിച്ചവരാണ്. ആ പുത്രനാണ് ഏകനായവൻ, സൃഷ്ടിയല്ല. വീണ്ടും ജന്മം പ്രാപിച്ചത് നമ്മൾ ദൈവത്തിൽ നിന്നാണ്. അപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ദൈവത്തെ പിതാവേ എന്ന്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് പരീശന്മാർ യേശു ക്രിസ്തുവിനെ ദൈവത്തെ പിതാവേ എന്ന് പറഞ്ഞപ്പോൾ അവനെ ഒരു കുറ്റവാളിയായി അല്ലെ ഒരു ശിക്ഷാർഹനായി കണ്ടത്? എനിക്കറിയാം, ബിലവഡ് സഭയിൽ വരുന്നവർ എല്ലാവരും ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ ശ്രമിക്കുന്നത് ആ മതത്തിന്റെ ആത്മാവ് അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അവരിൽ നിന്നും വേർപെടുത്തുവാനാണ്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ ഈ മതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തിരിച്ചറിവുമായി ബന്ധപ്പെട്ടുണ്ട്. എത്രയധികം നമ്മൾ വചനത്തിൽ നിന്ന് വായിക്കുന്നുവോ, നമ്മൾ കണ്ണാടിയിൽ കാണുമ്പോൾ അത്രയധികം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെയുള്ള നമ്മുടെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ എത്രയധികം ഒഴുകിപ്പോകാറുണ്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ. പലപ്പോഴും നമ്മൾ പറയും പിതാവേ 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 എന്ന്. പക്ഷേ നമ്മൾ അവനെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു ജാതിയാണ്. ഒരു നായ്ക്ക് ഒരിക്കലും സിംഹത്തെ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മറ്റുള്ള സഭകളിൽ നമുക്ക് കാണാൻ സാധിക്കും പിതാവേ പിതാവേ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കാറുണ്ട് ദൈവം, മനുഷ്യൻ. ആദമും ദൈവവും പിതാവിൻ്റെയും പുത്രൻ്റെയും രൂപത്തിൽ ഒരിക്കലും അവർക്ക് ബന്ധപ്പെടുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഈ തിരിച്ചറിവിൽ ഉണരണം. നിങ്ങളും ദൈവവും ഒരു ജാതിയാണ്, സ്വർഗീയ ജാതി. എന്തുകൊണ്ട് പരീശന്മാർ ഇത് ശിക്ഷയ്ക്ക് കാരണമായി കണ്ടു? യേശു ക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, യേശു പിതാവേ എന്ന് വിളിക്കുമ്പോൾ അവനെ തന്നെ ആ പിതാവുമായി സമനാക്കുകയാണ്, അവനെ തുല്യനാക്കുകയാണ്. അവർ അത്ഭുതപ്പെട്ടു, യേശു എങ്ങനെയാണ് ദൈവത്തെ പിതാവേ എന്ന് പറയാൻ അവന് സാധിക്കുന്നത്? അതിൻ്റെ അർത്ഥം നിങ്ങൾ അവൻ്റെ പുത്രനാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെ പോലെയാണ്. അവർക്ക് ഇത് മനസ്സിലാക്കി, അവർക്കത് അറിയാമായിരുന്നു. പക്ഷെ ഇന്നും ആ മതത്തിന്റെ ആചാരം മൂലം ആ ആചാരാനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ പിതാവെന്ന് പറയാൻ സാധിക്കും. പക്ഷെ എന്നാലും നമ്മളുടെ ഹൃദയവും മനസ്സ് നമ്മൾ ദൈവവും മനുഷ്യരും എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആ വചനത്തിലൂടെ നമ്മുടെ പ്രാണനിൽ അത് പ്രകടമാകുകയാണ്. നമ്മൾ ഉണരുക, നമ്മുടെ യഥാർത്ഥ തിരിച്ചറിവിനെ കുറിച്ചുള്ള കാര്യം വചനത്തിൽ എഴുതിയിരിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ തിരിച്ചറിവിൽ ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഫലം കൊണ്ടുവരുവാനിടയാവും. ഒരു സാക്ഷ്യമുണ്ട് ശ്രേയയുടേത് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത്. അവിടെ മമ്മിക്ക് കോവിഡ് ആയിരുന്നു. അവരെന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു എൻ്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, കോവിഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ അവരെ ഉത്സാഹിപ്പിച്ചു. അവരോടിത് പറഞ്ഞ് നിങ്ങൾ അവൻ്റെ പുത്രനാണ്.
നിങ്ങൾ പിതാവിനോട് സംസാരിച്ചാൽ നിങ്ങളുടെ കാര്യം അവൻ കേൾക്കും. ഞാൻ അവരോട് പറഞ്ഞു, നീ കുറച്ച് സമയം എടുക്കുക, നീ ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുക നിന്റെ മമ്മിക്ക് വേണ്ടി. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിച്ചതുപോലെ ഒരു പുത്രൻ അവൻ്റെ അറിവ് ഉണരുമ്പോൾ, അവൻ്റെ തിരിച്ചറിവിനേക്കുള്ള കാര്യത്തിൽ അവൻ പ്രവർത്തിക്കുമ്പോൾ, പിന്നെ ആ തിരിച്ചറിവിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾ കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ തുറന്ന കണ്ണുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. എന്താണ് ശ്രേയ ചെയ്തതെന്നാൽ, അവൾ 10 മിനിറ്റ് എടുത്തു, അവൾ പ്രാർത്ഥിച്ചു. ഇന്ന് അവിടെ അമ്മയ്ക്ക് ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്നു. ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ചു കാണുവാനിടയായി എല്ലാം അത് നോർമലായി തീർന്നിരിക്കുന്നത്. ഇത് ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം. എന്തുകൊണ്ടെന്നാൽ ആ കാര്യം എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇത് എൻ്റെ മഹത്വത്തിനാണോ, ഇത് ശരിയാകുമോ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ എൻ്റെ അടുത്തേക്ക് വന്നാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുവാൻ വേണ്ടി, അതൊരു മതത്തിൻ്റെ ചിന്തയാണ്. പക്ഷേ വ്യത്യാസം വരുന്നത് നമ്മൾ ഒരു ഉണർവിനോട് കൂടെ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ. യേശുക്രിസ്തു വന്നത് അതിനു വേണ്ടിയാണ്. എന്നെയും നിങ്ങളെയും, എനിക്കും നിങ്ങൾക്കും വേറെ ആരുടെയും അടുത്തേക്ക് പോകേണ്ട ആവശ്യം വരരുത്. അവൻ നമ്മളെ പുത്രന്മാരാക്കി നേരെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി നമുക്ക് ചോദിക്കാൻ സാധിക്കും. നമ്മൾ അവൻ്റെ പ്രിയ സന്തതികളാണ്. ഏറ്റവും വലിയ അഹങ്കാരത്തിൻ്റെ കാര്യം ഇതാണ്, നമ്മൾ തിരിച്ച് നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. അവൻ നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ്. നമ്മളത് ഏറ്റു പറയുമ്പോൾ, പിതാവേ എല്ലാം ഞാൻ ഭവനത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു, എൻ്റേതെല്ലാം അങ്ങയുടേതാണ്, അങ്ങ് അത് പരിപാലിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിശ്രമത്തിന്റെ സ്ഥാനം ഇതായിരിക്കും. നിങ്ങൾ ഒരു പിതൃത്വത്തിലാണ് ജീവിക്കുന്നത്. സാത്താന് നിങ്ങളെ തൊടാൻ സാധിക്കില്ല. നിങ്ങൾ ഇത് അറിയുമ്പോൾ നിങ്ങളെ സ്വർഗീയ പിതാവ് നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളത്. അവന് നിങ്ങളെ തൊടണമെങ്കിൽ ആദ്യം നിങ്ങൾ അനാഥരാണ് എന്ന് അവനെ കാണിക്കണം. ഭയത്തിന്റെ ആത്മാവ്, ഭയത്തെക്കുറിച്ച് ഞാൻ തിരഞ്ഞപ്പോൾ ആ വാക്കിന്റെ ഒരർത്ഥം ഇതാണ്, നിങ്ങളെ തന്നെ ഒറ്റയ്ക്കായി കാണുമ്പോൾ, ദൈവത്തിൽ നിന്നും ഒറ്റയ്ക്കാക്കി, അല്ലെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ്, ആ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയാണ് ഭയം കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല തന്നത്, നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ, ആ ഭയത്തെ, ആ ഒറ്റപ്പെടുത്തലിനെ അവൻ തീർത്ത് നമ്മളെ അവന്റെ ദത്തപുത്രന്മാരാക്കി. ആ ഭയത്തിന്റെ വേര് ഇതിലാണ്, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയിലാണ്. ദൈവം നമ്മളോട് കൂടെയില്ല. അതുകൊണ്ട് അറിയേണ്ടത് വളരെ ആവശ്യമാണ്, നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചത്? അവൻ്റെ സ്നേഹപാത്രങ്ങളാകുവാൻ വേണ്ടിയാണ്. അവൻ നമ്മളെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ് അവൻ സൃഷ്ടിച്ചത്. നമ്മൾ ആ പിതൃത്വത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. അറിയുക, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഉള്ളത് അവൻ മുൻ നിയമിച്ചിരിക്കുകയാണ്. അവൻ നമ്മെ തിരഞ്ഞെടുത്തു. വളരെ അത്ഭുതകരമായ രീതിയിൽ അവൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും പെട്ടെന്ന് യേശുവിന് ഒന്നും സംഭവിച്ചതല്ല. എല്ലാം യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, ഈ ഭൂമിയിൽ ജീവിച്ചത് ആ പിതൃത്വത്തിലായിരുന്നു. അതാണ് സത്യം. അതാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇപ്പോൾ ഉള്ളത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇപ്പോൾ പിതൃത്വത്തിൽ മറഞ്ഞിരിക്കുകയാണ്. യേശു ക്രിസ്തു മനുഷ്യരെ പോലെ, എന്നെ നിങ്ങളെ പോലെ ആയിരുന്നു കണ്ടത്. അതെ, നമ്മളെ പോലെ ആയിരുന്നു കാണാൻ. പക്ഷെ ആളുകൾ അവനെ കാണുമ്പോൾ അവർക്ക് തോന്നുമായിരുന്നു, ഇവൻ കാണാൻ നമ്മളെപ്പോലെയാണ് എങ്കിലും പക്ഷേ ഇവൻ നമ്മളെ പോലെ ഒരാളല്ല, ഇവൻ വ്യത്യസ്തനാണ്. അവൻ സാധാരണ ആളുകൾക്ക് അവൻ വ്യത്യസ്തനായി തോന്നി, അസാധാരണമായി അവർക്ക് തോന്നുമായിരുന്നു. അവൻ കാണാൻ നമ്മളെപ്പോലെയാണ് എങ്കിലും അവർക്കറിയാമായിരുന്നു അവൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല എന്ന്. അതുകൊണ്ട് ഞാനും നിങ്ങൾ മനുഷ്യരെ പോലെയാണ് കാണാനെങ്കിലും, പക്ഷേ ഇപ്പോൾ ആ പുതിയ സൃഷ്ടി സാധാരണ മനുഷ്യനല്ല, അത് അസാധാരണ മനുഷ്യനാണ്. യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു അങ്ങനെ. അതുകൊണ്ട് നമ്മൾ പുറത്ത് സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വഴിയിൽ മറ്റുള്ള മനുഷ്യരെ കാണാൻ സാധിക്കുമായിരിക്കാം. പക്ഷെ ഞാനും നിങ്ങൾ മനുഷ്യജാതിയല്ല, ഞാനും നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇപ്പോൾ നമ്മൾ സ്വർഗീയ ജാതിയാണ്. അതുകൊണ്ട് യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം അവൻ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു. അതിൻ്റെ അർത്ഥം അവൻ അവനെ തന്നെ സ്വർഗീയ ജാതി എന്ന് പറയുകയാണ്. ആളുകൾ ആ സമയത്ത് അറിഞ്ഞിരുന്നു യേശു ദൈവത്തെ പിതാവേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവവും യേശുവും അത് ഒരേപോലെയാണ് എന്നാണ്. അവർ ആ കാര്യത്തെ അതിനെ ശിക്ഷാ കാരണമായി കണ്ടു. യേശു പറയുകയാണ്, നിങ്ങളുടെ വചനങ്ങളിൽ തന്നെ എഴുതിയിട്ടില്ലേ നിങ്ങളെല്ലാവരും ദൈവങ്ങളാണ് എന്ന്, നിങ്ങൾ ദൈവമാണ് എന്ന്. അതുകൊണ്ട് നമ്മളെ തന്നെ അങ്ങനെ കാണേണ്ടത് ആവശ്യമാണ്. നമ്മൾ പിതാവേ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളെ തന്നെ മനുഷ്യരായി കാണാതിരിക്കുക. നിങ്ങൾ അവനെ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ അറിവിൽ ഉണരണം, നിങ്ങളും പിതാവും ഒരേപോലെയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒരു സ്വർഗീയ ജാതിയാണ്. ഈ അറിവിൽ ഉണരേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനും നിങ്ങളും പിതാവും ഇപ്പോൾ ഒരുപോലെയാണ്. ഞാനും നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു. ആ വീണ്ടും ജന്മം സ്വർഗത്തിൽ നിന്നാണ് ലഭിച്ചത്. വരും നമുക്ക് ആ മാപ്പ് വീണ്ടും നോക്കാം. നിങ്ങൾ ഈ ചിത്രം നോക്കുക. നമ്മൾ ചില ചോദ്യങ്ങളും ഇന്ന് നമ്മൾ ചോദിക്കും അവസാനം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ, വചനം നമ്മൾ വായിക്കുമ്പോൾ മുഴുവൻ ബൈബിളും യേശു ക്രിസ്തു ശരീരത്തിൽ വന്നു,
ആ എല്ലാ ന്യായപ്രമാണവും അവൻ ക്രൂശിൽ പോയതിലൂടെ അവൻ പൂർത്തീകരിച്ചു. അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ നിങ്ങൾക്കറിയാമോ, പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം എവിടെയായിരുന്നു നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നത്? അത് നമ്മുടെ ശരീരത്തിലായിരുന്നു, ആ രക്തത്തിലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആദം പാപം ചെയ്തു, പാപം രക്തത്തിൽ വരുവാനിടയായി. എല്ലാ സന്തതികളും ആദമിൽ നിന്ന് ജനിച്ചവരെല്ലാം അവരുടെ ശരീരങ്ങളിൽ, അവരുടെ അവയവങ്ങളിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമുണ്ടായിരുന്നു. സത്യമായിരുന്നു, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ശരീരത്തിലുണ്ടോ എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മൾ അതിനനുസരിച്ചല്ല ജീവിക്കുന്നത്. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്ന തലമുറയാണ്. നമ്മൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. നമ്മൾ ശരീരത്തിന് മുകളിൽ വാഴുന്നവരാണ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലാതിരുന്നപ്പോൾ ചിലപ്പോൾ നമ്മൾ ശരീരത്തിനനുസരിച്ചായിരിക്കാം ജീവിച്ചിരുന്നത്. അത് നമ്മുടെ മേൽ വാണിരുന്നിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുമ്പോൾ ഇപ്പോൾ ശരീരമല്ല വാഴുന്നത്, ഇപ്പോൾ ആത്മാവാണ് ശരീരത്തിന് മുകളിൽ വാഴുന്നത്. അത് നമ്മുടെ ജീവിതം, അത് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നതല്ല. പുത്രന്റെ ജീവിതം എന്ന് പറയുന്ന അകത്തുനിന്ന്, ആത്മാവിൽ നിന്ന് പുറത്തേക്ക് പ്രകടമാകുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന, യേശു ക്രൂശിൽ പോയപ്പോൾ യേശു ഈ വചനങ്ങൾ പറഞ്ഞു, എനിക്കും നിങ്ങൾക്കും വേണ്ടി അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ആരൊക്കെ എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു അവർ വീണ്ടും ജന്മം പ്രാപിക്കും, എന്നിലൂടെ അവർ പ്രിയ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ദൈവത്തിൻ്റെത്. ഒരു ആപ്പിളിന്റെ വിത്ത് അത് ഈ ഭൂമിയിൽ വീഴുമ്പോൾ, അല്ലെങ്കിൽ അത് വിതയ്ക്കുമ്പോൾ, അത് മരിക്കുമ്പോൾ അനേകം ആപ്പിളുകൾ ഉണ്ടാവുകയാണ്. ആദ്യജാതനായ ദൈവത്തിന്റെ പുത്രൻ ആരാണ്? യേശു ക്രിസ്തു. വചനമാകുന്ന വിത്ത് മറിയമിന്റെ അടുത്തെത്തി. ആ വചനം ദേഹമായി തീർന്നു. അത് കുഴിച്ചിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? അനേക പുത്രന്മാരെ ജനിപ്പിക്കുവാനിടയായി. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പുത്രന്മാരെന്ന് വിളിക്കുമ്പോൾ ആ വിത്തിനെ, യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണുക. നിങ്ങൾ അവനെ ഈ ചിന്തയോടെ ഒരിക്കലും പിതാവായി കാണാൻ സാധിക്കുക. നിങ്ങളൊരു സാധാരണ മനുഷ്യനായി ഇരുന്നാൽ, പിതാവ് പുത്രൻ എന്നുള്ളതിന്റെ അർത്ഥം അവരൊരു ജാതി എന്നുള്ളതാണ്. നമ്മൾ ഈ ചിന്തയിൽ നിലനിന്നാൽ നിങ്ങൾ പിതൃത്വത്തിലാണ് എന്ന് നിങ്ങളെ ഈ ലോകത്തിന്റെ ഒന്നും തൊടുവാനിടയാകുകയില്ല. നിങ്ങൾ അറിയാൻ ഇടയാകും നിങ്ങളും പിതാവും ഒന്നാണ് എന്ന്. ഈ ലോകത്തിൽ നമ്മൾ ഈ വെളിപ്പാടിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ പിതൃത്വത്തിലാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ഈ ലോകത്തിന്റെ ഒന്നും നിങ്ങളെ തൊടുവാൻ ഇടയാകുകയില്ല. നിങ്ങൾക്കറിയാമോ, നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് ബൈബിളിൽ സ്വർഗീയ പിതാവിലൂടെ ആ ന്യായപ്രമാണം കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ആ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ആ ന്യായപ്രമാണത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ഒരു കാരണമുണ്ടായിരുന്നു. എന്തിനാണ് അത് കൊടുത്തത് എന്നാൽ, ഞാൻ ആഗ്രഹിച്ചു ആ ഉദ്ദേശം നമ്മളെല്ലാവരും അറിയണം. നമുക്ക് വചനത്തിൽ നിന്നും വായിക്കാം. നിങ്ങളെല്ലാവരും ഈ വചനം എടുക്കുക എന്നോട് കൂടെ. എനിക്ക് വിശ്വാസമുണ്ട് സഭ ഉണരുന്നു, നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു. നമുക്ക് വായിക്കാം. ഗലാത്യർ അതിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്. 19-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും. ആരെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച് മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്. ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ജനനം വചനത്തിലൂടെയാണ് സംഭവിച്ചത്. ആ വചനം ഒരുപാട് സമയത്തിന് മുന്നമേ പറഞ്ഞിരുന്നത്. അത് ആ പ്രവചനം എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെട്ടത്? ആ വചനം സ്വർഗദൂതൻ മുഖാന്തരം മറിയമിൻ്റെ അടുത്തെത്തിയപ്പോഴാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പിപ്പാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവற்றைയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. നിങ്ങൾക്കറിയാമോ, എല്ലാ ന്യായപ്രമാണവും പൂർത്തീകരിച്ചത് ആ സമയത്തേക്കായിരുന്നു. യേശു ക്രിസ്തു ഈ ലോകത്ത് ആയിരുന്നപ്പോഴാണ്. അവൻ വരുന്നതിന് മുമ്പ് ന്യായപ്രമാണം ഒരു ശിശുപാലകനായിരുന്നു.
ആ വചനം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ വിശ്വാസത്തിലൂടെ ഞാനും നിങ്ങളും അവൻ്റെ പുത്രന്മാരായി. പിന്നെ ഇവിടെ വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഇപ്പോൾ വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ആ വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടു. മുന്നോട്ട് നമുക്ക് കൂടുതൽ വചനങ്ങൾ വായിക്കാം. നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും അതിൻ്റെ 8-ാം അധ്യായം നമുക്ക് വായിക്കാം. നമുക്ക് 7-ാം വാക്യം മുതൽ ഇവിടെ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. ഇവിടെ നമ്മൾ വചനത്തിൽ വായിച്ചതുപോലെ ഏതായിരുന്നു ആദ്യത്തെ നിയമം? എന്തുകൊണ്ടാണ് അത് കുറവുള്ളതായി തീർന്നത്? ആർക്ക് വേണ്ടിയായിരുന്നു? ദൈവമാണ് അങ്ങനെ പറഞ്ഞത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രയേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രയേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതും. ഇതാ സമയമാണ് എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജന്മം നടന്നത്. അത് അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിലാരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് ദൈവത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ സ്വയം നിങ്ങളുടെ ഉള്ളിലാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ കൂട്ടുകാരനോടോ തൻ്റെ സഹോദരനോടോ കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ അപാലവൃതം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഇവിടെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? പഴയത് അത് മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. അത് ശരിയാണോ? പഴയത് ശരിയായി പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കറിയാമോ പൗലോസ് എത്രയധികം ലേഖനങ്ങൾ എഴുതിയോ ശുശ്രൂഷ ചെയ്തതോ? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, യഹൂദർ അവർ വീണ്ടും ജന്മം പ്രാപിച്ച് പുത്രന്മാരായി. എന്നിട്ടും വീണ്ടും അവരുടെ ജീവിതത്തെ പഴയ രീതിയിൽ അവരുടെ പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെടാൻ അവർ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ആ സമയമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു, എത്ര നമ്മൾ പുത്രന്മാരുണ്ടോ നമ്മൾ ഇവിടെ വരെ മാത്രമല്ല കൂടുതൽ ഉയർന്ന സ്ഥാനത്തേക്ക് പരിശുദ്ധാത്മാവെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വാഗ്ദത്തങ്ങളും എനിക്ക് നിങ്ങൾക്കും വേണ്ടി ആമേനാണ്. നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും എങ്ങനെയാണ് എല്ലാ വാഗ്ദത്തങ്ങളും പഴയ നിയമത്തിൽ ചെയ്തതെന്നും അതിടെ ഒരു നിബന്ധന ഉണ്ടായിരുന്നതെന്നും. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് എല്ലാ വാഗ്ദത്തങ്ങളും പുതിയ നിയമത്തിൽ ചെയ്തത് നമുക്ക് വേണ്ടി ആമേനോട് കൂടിയാണ്. അതൊരു വിശ്രമത്തിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. എത്ര അധികം നമ്മൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ പ്രാണനെ, നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ എത്രയധികം നമ്മൾ സമാധാനത്തിൽ നിലനിർത്തുന്നുവോ അത്രയധികം പിതാവ് നമുക്ക് വേണ്ടി മുന്നോട്ട് പോയി ആ എല്ലാ വാഗ്ദത്തങ്ങളും ആമേനിൽ ആക്കി തീർക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോവുകയാണ്, പക്ഷെ ഒരു സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും അവൻ ഒരിക്കലും ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്തില്ല. അവൻ തുടങ്ങിയത് പരിശുദ്ധാത്മാവിനോട് കൂടെയാണ്. അവൻ പറയുകയാണ്, എല്ലാ പ്രവർത്തികളും ഞാൻ ചെയ്യുന്നത് പിതാവാണ് അത് എന്നിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ സുവിശേഷങ്ങളും നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഒരു പുത്രൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതം ജീവിച്ചതെന്ന്. ഇതറിയേണ്ടത് വളരെ ആവശ്യമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവനെ ദൈവത്തെ പോലെയല്ല, ബൈബിളിൽ എഴുതിയിരിക്കാൻ അവൻ അനേകം സഹോദരന്മാർക്ക് ആദ്യജാതനായി. നമ്മൾക്ക് നമ്മുടെ മൂത്ത സഹോദരനെ കാണാൻ സാധിക്കും. അടുത്ത പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അറിവോടുകൂടെ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. അടുത്ത പ്രാവശ്യം നിങ്ങൾ പിതാവേ എന്ന് വിളിക്കണം. നിങ്ങൾ അറിയും, പിതാവും നിങ്ങളും ഒരു ജാതിയാണ്, അസ്വർഗീയ ജാതി. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവനിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ഞാനും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പിതാവേ എന്ന് വിളിക്കും. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഞാനും പിതാവും ഒരു ജാതിയാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ലാസറിൻ്റെ കബറിൻ്റെ വെളിയിൽ നിൽക്കുകയാണ്. ഒരേ പ്രാർത്ഥന സ്വർഗീയ പിതാവ് എപ്പോഴും കേൾക്കുന്ന പ്രാർത്ഥന, അത് എൻ്റെയും നിങ്ങളുടെയും പുത്രൻ്റേതായ പ്രാർത്ഥനയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്ന് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ മനുഷ്യൻ്റെ അടുത്തേക്ക് ഒന്നിനും നിങ്ങൾ ഓടുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുകയുള്ളൂ. ഇത് സത്യമായ കാര്യമാണ്. ഒരു പുത്രൻ, രക്തത്തിലൂടെ ജനിച്ച സന്തതി, അവനാണ് യഥാർത്ഥ അവകാശി. ആ സാക്ഷ്യവും പറഞ്ഞതുപോലെ എൻ്റെ പ്രവൃത്തി എന്തായിരുന്നു?
അവരെ ഓർമ്മപ്പെടുത്തുക മാത്രം, ഉണർത്തുക മാത്രം ചെയ്യണമായിരുന്നു. അവൻ നിങ്ങളുടെയും പിതാവാണ്. നിങ്ങൾ അവനോട് പോയി ചോദിക്കുക. നിങ്ങൾ ചോദിച്ചാൽ അവൻ പൂർത്തീകരിച്ചു തരും. അത് എല്ലാ പ്രവൃത്തികളും ഉണർവില്ലാതെ, ചിന്തയില്ലാതെ ചെയ്യുന്നത് അതൊരു ആചാരാനുഷ്ഠാനമാണ്. അതൊരു മതത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ആ പ്രവൃത്തിയിലൂടെ ഒരു ഫലവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, എല്ലാ പുത്രന്മാരും ഈ ചിന്തയിൽ എപ്പോഴും ഉണർന്നിരിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാനുള്ളത് അത് മുൻ നിയമിച്ചിരിക്കുകയാണ് വചന അടിസ്ഥാനത്തിൽ. ആ വചനത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വചനത്തിലാണ് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നത്. ഞാനൊരു വചനം വായിക്കുകയായിരുന്നു. അതിൽ എഴുതിയിരുന്നു, ശരീരത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ശരീരത്തിനനുസരിച്ച് ജീവിച്ചാൽ ആ ആളുകൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് സാധ്യമല്ല എന്ന് എഴുതിയിരിക്കുന്നു. ശരീരം ആത്മാവിന് ശത്രുത്വമാണ്. ഞാനിതിൽ കുറച്ച് ശ്രദ്ധിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ, ഈ ശരീരത്തിലുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. വേറൊരു കാര്യം ഞാൻ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചു. ഒരു വചനം എനിക്ക് ലഭിച്ചു. അതിൽ ഇതേ കാര്യമാണ് എഴുതിയിരുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ഒന്ന് പറയുകയാണ് വിശ്വാസം കൂടാതെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഒന്ന് പറയുകയാണ് ശരീരത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം നോക്കുകയാണ്, ഈ ശരീരത്തിനനുസരിച്ച് ജീവിക്കുകയും വിശ്വാസമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നത് അത് ശരീരത്തിൻ്റെ പ്രവൃത്തികളായാണ് എണ്ണപ്പെടുന്നത്. അതുകൊണ്ട് ശരീരത്തിന് വേറൊരു പരിഭാഷ ഇതാണ്, നിങ്ങൾ ഈ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തി സഞ്ചരിക്കുന്നവർ, ചിലപ്പോൾ എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജനനം നടന്നിരിക്കാം, പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. ഈ ഇന്ദ്രിയം നമ്മുടെ മുകളിൽ വാഴുകയാണ്. അപ്പോൾ എല്ലാം ശരീരം നമ്മളോട് പറയുന്നത് നമ്മൾ ആ കാര്യങ്ങൾ സത്യമായി നമ്മൾ എടുക്കുവാനിടയാകും. അതിനധിഷ്ഠിതമായി നമ്മൾ നമ്മുടെ തിരിച്ചറിവ് പ്രഖ്യാപിക്കുവാൻ തുടങ്ങും. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ഈ ശരീരത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ശരീരത്തിനനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ, അത് എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കാണുകയാണെങ്കിൽ, അതിന് ഈ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിങ്ങൾ നോക്കിയിട്ട് അതാണ് സത്യമെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നത്, അത് ശരീരത്തിൻ്റെ പ്രവൃത്തിയാണ്. ശരീരത്തിൻ്റെ പ്രവൃത്തി ഒരിക്കലും ജീവൻ കൊണ്ടുവരികയില്ല. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അത് എപ്പോഴും മരണമായിരിക്കും. മരണം മാത്രമേ അത് കൊണ്ടുവരൂ. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ശ്രദ്ധ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്ന്, ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ വെക്കരുത്. നമ്മൾ സ്വർഗീയ വസ്തുവിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ, സ്വർഗത്തിലെ കാര്യങ്ങളിലായിരിക്കണം. അതെന്താണ്? നമ്മൾ ഈ ലോകത്തിലാണ് എങ്കിലും നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. നമ്മൾക്കറിയാം, സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ വചനത്തിലായിരിക്കണം. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തണം, ഞാൻ അവൻ്റെ പ്രിയപുത്രനാണ്. ആ സമയത്ത് അവരുടെ മമ്മിയുടെ റിപ്പോർട്ട് കോവിഡ് പോസിറ്റീവ് വന്നപ്പോൾ ആ സമയത്ത് അവരെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ആരാണ് എന്ന്. അപ്പോൾ എഴുതിയിരിക്കുകയാണ്, സ്വർഗീയ കാര്യങ്ങളിൽ ഹൃദയം വെക്കുന്നതിൻ്റെ ഫലം എന്താണ്? ജീവനും സമാധാനവും. അതിൻ്റെ ഉത്തരം എന്താണ്? അവർ വേറെ ആരുടെ അടുത്തേക്ക് പോകുന്നില്ല. അവരുടെ തിരിച്ചറിവ് മനസ്സിലാക്കുമ്പോൾ പിതാവ് അവരുടെ കേൾക്കുന്നുവെന്ന്. എത്ര ലളിതമായ കാര്യമാണ്. നേരെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ ചിന്തയോടെ അവൻ്റെ പ്രിയപുത്രന്മാരാണെന്നുള്ള കാര്യത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പ്രാപിക്കുവാനിടയാകും. അതുകൊണ്ട് ഞാൻ സഭയിലും ഉത്സാഹിപ്പിക്കാറുണ്ട്, വളരെ ആവശ്യമാണ്. നമ്മളെല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉണർവിനോടുകൂടെ നമ്മൾ ചെയ്യണം, ഉണർന്നിരുത് ചെയ്യണം. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മളൊരു മതത്തിലല്ല നമ്മളായിരിക്കുന്നത്. നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേണ്ടി, സുവിശേഷം എന്ന് പറയുന്നത് അത് ലളിതമാണ്. അത് എല്ലാ കാര്യങ്ങളും പുത്രൻ ചെയ്യുന്നത് അത് അറിവിനോട് കൂടെ ആയിരിക്കണം, ഒരു ഉണർവിനോട് കൂടെ ആയിരിക്കണം. നിങ്ങൾക്ക് ആ തുറന്ന കണ്ണുകളോടുകൂടെ, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളായിരിക്കണം. നമ്മുടെ ചിന്ത, നമ്മുടെ അറിവ് തുറന്നു വരുമ്പോൾ അത് ഒരേ ഒരു വചനമാണെങ്കിലും, ഞാൻ അവൻ്റെ പ്രിയ പുത്രനാണെന്നുള്ള വചനം, ഞാൻ അനാഥനല്ല, ഞാനൊരു പിതൃത്വത്തിലാണ് മുഴുവൻ എൻ്റെ ജീവിതവും അറിഞ്ഞിരിക്കുന്നത്. ഞാൻ പിതാവേ എന്ന് വിളിക്കുമ്പോൾ എനിക്കറിയാം ഞാനും പിതാവും ഒരു ജാതിയാണ്. പലപ്പോഴും ചിന്തകൾ, ഭാരങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ പുത്രനാണ്. എൻ്റെ പിതാവ് എല്ലാ ചിന്തകളെയും ഭാരങ്ങളെയും ദൂരത്താക്കിക്കളയും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ മുഴുവൻ ജീവിതം അവൻ്റെ കയ്യിലാണ്. പിന്നെ എനിക്ക് പുറത്തു പോകുവാൻ സാധിക്കും, എൻ്റെ എല്ലാ ചിന്തകളും പിതാവിന് കൊടുത്തിട്ട്. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം അവൻ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരു പുത്രൻ്റെ ജീവൻ അത് ഉണർവിനോട് കൂടെ ജീവിക്കേണ്ട ജീവിതമാണ്. നിങ്ങൾക്കറിയാം, ഏത് നിമിഷം നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചുവോ നിങ്ങൾ അവൻ്റെ പ്രിയ പുത്രന്മാരായി. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വചനത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചു. ആ എല്ലാ അവകാശങ്ങളും എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത് അത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ്.
എത്രയധികം നമ്മൾ ആ കാര്യങ്ങളുടെ കാര്യത്തിൽ വാഗ്ദത്തങ്ങൾ നമ്മളോട് ചെയ്തിരിക്കുന്നത്, എത്രയധികം നമ്മൾ വിശ്രമത്തിൽ നിലനിൽക്കുന്നുമോ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വിചാരങ്ങളിൽ, അത്രയധികം നിങ്ങൾക്ക് നിലനിൽക്കുവാൻ സാധിക്കും. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഉറച്ചു നിന്ന് അറിയുക ഞാൻ ദൈവമാണ് എന്ന്. ശ്രേയ ചെയ്തതുപോലെ ഞാൻ പുത്രനാണ്. അവർ ഉറച്ചു നിന്നു, ആ ചിന്തകളെ അടക്കി. എന്നിട്ട് പിതാവിനോട് ചോദിച്ചു. അടുത്ത റിപ്പോർട്ട് വന്നപ്പോൾ അവരുടെ മമ്മിക്ക് വേണ്ടി കോവിഡിൻ്റെ റിപ്പോർട്ട് പോസിറ്റീവായിരുന്നു, അത് നെഗറ്റീവായി തീർന്നു. നമ്മൾ ജയുടെ സാക്ഷ്യത്തിലും കേട്ടു എങ്ങനെയാണ് സംഭവിച്ചത്. റഷ്യ അവരെ ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്തു അവരാരാണ് എന്ന്. അവരുടെ ഉണർവിനാൽ, ആ അറിവിൽ ഉണർന്നതിനാൽ എത്രയധികം സാഹചര്യങ്ങൾ, ഭാരങ്ങൾ അവരെ ചുറ്റിയിരുന്നോ അതെല്ലാം അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുവാനിടയായി. നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും ഈ ചിത്രം. ഇവിടെ അതെല്ലാം വെച്ചിരിക്കുകയാണ് യേശു ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ചത്. ഇവിടെ ബൈബിളിൻ്റെ പുസ്തകങ്ങളുടെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ എല്ലാ പുസ്തകങ്ങളും ക്രൂശിൽ പോകുന്നതിന് മുമ്പുള്ളതാണ്. ഇതെല്ലാം ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നത് ഇത് പഴയ വാഗ്ദത്തങ്ങളിലാണ് വരുന്നത്. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളത് പറഞ്ഞിരിക്കുന്നത്, അതും ന്യായപ്രമാണത്തിൽ ജീവിക്കാനുള്ളത്. ഇത് വളരെ ആഴത്തിൽ നമ്മൾക്ക് ഗ്രഹിക്കാം. നമുക്ക് വചനത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ നോക്കാം. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് നമുക്ക് നോക്കാം. ക്രൂശിൽ പോകുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിക്കുകയാണ്. മത്തായി 6-ാം അധ്യായത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ രാജ്യം വരണമേ. ഈ വചനം നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയപ്പോൾ സ്വർഗീയ രാജ്യം നിങ്ങളിൽ വരുമെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആ രാജ്യം നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടു. ആ രാജ്യം എൻ്റെയും നിങ്ങളുടെ ഉള്ളിലാണിപ്പോൾ. ഇപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, രാജ്യം വന്നു കഴിഞ്ഞോ? അത് പൂർത്തീകരിച്ചോ? നോക്കാം നമുക്ക് മുന്നോട്ട്. എഴുതിയിരിക്കുകയാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നമുക്ക് വായിക്കാൻ സാധിക്കും, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി നമ്മൾ അതിലൂടെ പിതാവിൻ്റെ നീതിയാവേണ്ടതിന് ഈ വചനം പൂർത്തീകരിക്കപ്പെട്ടോ? അതെ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, അവൻ നമ്മളെ ക്രിസ്തുവിൽ സ്വർഗീയ സ്ഥാനങ്ങൾ ഇരുത്തിയിരിക്കുകയാണ്. എത്ര വാഴ്ചകളും അധികാരങ്ങളും ഉണ്ടോ അതെല്ലാം നമ്മുടെ കാലിൻ്റെ കീഴിലാണ്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മളെ അന്ധകാരത്തിൻ്റെ രാജ്യത്ത് നിന്ന് വിടുവിച്ചത് അവൻ്റെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലാക്കി. ഈ വചനം പൂർത്തീകരിക്കപ്പെട്ടോ? പിന്നെ നമ്മൾ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിനോട് പറയാൻ സാധിക്കും, ഇതൊരു പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥനയാണ് എന്ന്. ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അറിവില്ലാതെ, ചിന്തിക്കാതെയാണ്. ടെസ്റ്റ്മെന്റിന്റെ അർത്ഥമേ അവർക്ക് അറിയില്ല. അത് അവകാശത്തിന്റെ ലേഖനമാണ്. അത് ഒരാളുടെ മരണത്തിന് ശേഷമാണ് തുടങ്ങുന്നത്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നു. പുതിയ നിയമത്തിന്റെ പ്രാർത്ഥന അതെങ്ങനെയായിരിക്കണം നമുക്ക് നോക്കാൻ സാധിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതുകയാണ്, അവൻ പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ അറിവിൻ്റെ കണ്ണുകൾ അത് പ്രകാശമുള്ളതായിത്തീരണം. അത് അറിവിലാൽ നമ്മൾ ജീവിക്കണം, നമ്മൾ ആരാണെന്നും എന്തിനെന്നാൽ ആ സ്വർഗത്തിൽ നിന്ന് വരുന്ന എല്ലാ അവകാശങ്ങൾക്കും നമ്മൾ ഭാഗവാക്കുകളാകുവാൻ. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ എത്രയധികം വാഗ്ദത്തങ്ങൾ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ നോക്കണം. ക്രൂശിൽ ആ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിക്കനുസരിച്ച് നമ്മളിവിടെ കാണുന്നത് പോലെ ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കടക്കാരോട് ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കില്ല. ക്രൂശിന് ശേഷം എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാത്തിൻ്റെ അടിസ്ഥാനം മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? യേശു ക്രിസ്തു ഈ ലോകത്ത് വന്നപ്പോൾ ഈ ന്യായപ്രമാണത്തെ മുഴുവൻ പൂർത്തീകരിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉത്സാഹിപ്പിക്കുന്നത്, പുതിയ ആളുകൾ വരുമ്പോൾ നിങ്ങൾ ക്രൂശിൻ്റെ ഈ ഭാഗത്തുള്ള ലേഖനങ്ങൾ, അതിൽ വെളിപ്പാടുകൾ, നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ചുള്ളത്, ആ ഭാഗം നിങ്ങൾ വായിക്കണം. പലപ്പോഴും ഞാൻ ബൈബിൾ എടുക്കുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, ആളുകൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പഴയ നിയമത്തിലാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ സത്യമായിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ നമ്മൾ ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാറുണ്ട്. പക്ഷെ പുതിയ നിയമം പരിശുദ്ധാത്മാവിൻ്റെ വളരെ ആവശ്യമുണ്ട്. അതിൽ മൊത്തം വെളിപ്പാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് വിശ്വാസം മൂലം മാത്രമാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങൾ കാണുന്നത് ഇത് പുതിയ നിയമത്തിൻ്റെ പുസ്തകങ്ങളാണ്, ലേഖനങ്ങളാണ്. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിത് വായിക്കാൻ തുടങ്ങണം. റോമർക്ക് എഴുതിയ ലേഖനം, ഗലാത്യർ, എഫേസ്യർ, ഇതിൽ അധികമായി നിങ്ങൾ ആഴത്തിൽ ധ്യാനിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ രക്തവും നമ്മൾക്ക് വേണ്ടി, നമ്മളെ ഈ പുതിയ നിയമത്തിന് വേണ്ടി തന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മൾ പഴയ നിയമത്തിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്.
എത്രയധികം നമ്മൾ പഴയ നിയമത്തിൽ ജീവിക്കുന്നുവോ, നമ്മൾ മനുഷ്യരെയും ദൈവത്തിൻ്റെയും രൂപത്തിലേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ചിന്തിക്കും നമ്മൾ യോഗ്യരല്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന് അവകാശം പ്രാപിക്കാൻ സാധിക്കുകയില്ല, പുത്രന് മാത്രമേ അവകാശങ്ങൾ പ്രാപിക്കാൻ സാധിക്കൂ. കുറച്ച് സമയത്തിന് മുമ്പ് പിതാവ് എന്നെ ഓർമ്മപ്പെടുത്തി, പിതാവ് എന്ന് നീ എന്നെ വിളിക്കുന്നു, പക്ഷെ നിനക്ക് ഉറപ്പുണ്ടോ നീ ഒരു വേറൊരു ജാതിയാണ്, സ്വർഗീയ ജാതിയാണ് എന്ന്? എന്തുകൊണ്ടെന്നാൽ നീ എന്നെ പിതാവെ എന്ന് വിളിക്കുമ്പോൾ നീ മനുഷ്യനെ പോലെയാണ് തന്നെത്താൻ ചിന്തിക്കുന്നത്. നമുക്ക് വളരെ ആവശ്യമാണ് പിതാവിൻ്റെ അടുത്തേക്ക് യേശുക്രിസ്തു എങ്ങനെ പിതാവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നോ അതുപോലെ വരേണ്ടത്. പുതിയ നിയമം എന്ന് പറയുന്നത് അവിടെ വാഗ്ദത്തങ്ങൾ എഴുതിയിരിക്കുന്നത്, നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചു, നമ്മൾക്ക് പുതിയ ജീവൻ ലഭിച്ചു, എല്ലാ വാഗ്ദത്തവും നമ്മൾക്ക് വേണ്ടി ആമേനാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം ക്രൂശിൽ തിരക്കേണ്ടത് എന്താണ്? അത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ്. ആ ഫലം ആദവും ഹൗവയും ഭക്ഷിച്ചത്. അതിലൂടെ ഒരു അറിവ് വരികയാണ്. അത് എപ്പോഴും അറിയാൻ ആഗ്രഹിച്ചു ശരീരത്തിൽ എന്താണ് ശരിയെന്നും തെറ്റെന്നും. എന്തുകൊണ്ടെന്നാൽ എഴുതിയിരിക്കുകയാണ്, ശരീരത്തിൻ്റെ മനസ്സ് അത് ആത്മാവിൻ്റെ അറിവിന് വിരോധമാണ്. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, അത് ഗ്രഹിക്കാനും അതിന് കഴിയുകയില്ല. നമ്മൾ അങ്ങനെയുള്ള നന്മകൾ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവൻ്റെ പ്രിയപുത്രന്മാരായതുകൊണ്ടാണ്. ഇതാണ് പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ലാളിത്യം. ഇപ്പോൾ നോക്കുക, നമ്മൾ പഴയ നിയമത്തിൽ വായിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിൻ്റെ രൂപത്തിൽ യോശുവയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, യോശുവയ്ക്ക് നന്മകളെല്ലാം ലഭിക്കുകയാണ്. എല്ലാറ്റിനും വേണ്ടി അവൻ്റെ കയ്യിലുള്ളത് ഒരു പുത്രൻ്റെ രൂപത്തിൽ എത്രയധികം അനുഗ്രഹിക്കപ്പെടുവാനിടയാവും നിങ്ങൾ എല്ലാ മേഖലയിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ. ഇതൊരു വെളിപ്പാടാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഞാൻ സങ്കീർത്തനം 91 വായിക്കുമ്പോൾ ആ സങ്കീർത്തനം ക്രൂശിൽ പോകുന്നതിന് മുമ്പുള്ളതാണ്. ദാവീദ് ആ വ്യക്തിയെക്കുറിച്ച് എഴുതുകയാണ്, അത്യുന്നതൻ്റെ മറവിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്. ആ കാര്യം സത്യമാണ് ഇന്നത്തെ സമയത്തും എനിക്കും നിങ്ങൾക്കും വേണ്ടി. അപ്പോൾ എല്ലാം വചനത്തെ നമ്മൾ വായിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഒരു പുത്രൻ്റെ കണ്ണോടെയാണ്. ഒരു ദുഃഖവും ഒരു ബാധയും എൻ്റെ കൂടാരത്തിനടുക്കിയില്ല, എന്തുകൊണ്ടെന്നാൽ ഞാൻ പുത്രനാണ്. ഒരു മഹാമാരിയും എൻ്റെ അടുത്ത് വരികയില്ല, എന്തുകൊണ്ടെന്നാൽ ഞാൻ പുത്രനാണ്. എല്ലാ നന്മയുടെ വചനങ്ങളും ഞാൻ വായിക്കുന്നത് വചനത്തിൽ. അതിൽ എനിക്ക് കാണാൻ സാധിക്കും, എല്ലാം നിങ്ങൾ തൊടുന്നത് അത് അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. എവിടെ നിങ്ങൾ പോയാലും നിങ്ങൾ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകുവാനിടയാകും. എല്ലാ വാഗ്ദത്തങ്ങളും എഴുതിയിരിക്കുന്നത് അത് പുത്രന് വേണ്ടിയാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് ആമേനാണ്. യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ഭൂമി അതെപ്പോഴും ഫലം നൽകുവാനിടയാകും. എൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ കാണാറുണ്ട്, അവരുടെ ഭൂമി എപ്പോഴും നല്ല ഫലം ഉത്ഭവിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ ഏതൊക്കെ അനുഗ്രഹങ്ങൾ അവകാശങ്ങൾ ഉണ്ടോ അതെല്ലാം പുത്രൻ്റെതാണ്. ഞാൻ എപ്പോഴും ഒരു കാര്യം ഓർമ്മപ്പെടുത്താറുണ്ട്, ഒരു പുത്രൻ ഒരിക്കലും അവകാശങ്ങളുടെ പുറകെ ഓടാറില്ല, പക്ഷേ അവൻ അത് സ്വീകരിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. ഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും ആളുകൾ അവകാശങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാറുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും പുത്രന്മാരാണ്. പിതാവ് അതെല്ലാം തുറന്ന മനസ്സോടെ നമുക്ക് നൽകുകയാണ്. ഒരു യുദ്ധം അത് നമ്മൾക്ക് നമ്മുടെ ചിന്തകളിലാണുള്ളത്. എത്രയധികം ചിന്തകൾ വരാൻ ശ്രമിക്കുന്നുവോ അത് നമ്മുടെ ചിന്തകളിലാണ് വരാൻ ശ്രമിക്കുന്നത്. എത്രയധികം അവിടെ നിങ്ങളുടെ ഹൃദയത്തെ സമാധാനപ്പെടുത്താൻ നിങ്ങൾ പഠിക്കുന്നുവോ അത്രയധികം ആ അവകാശം നിങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഏറ്റവും ആദ്യത്തെ കാര്യം ഇതായിരുന്നു, ആ വാഗ്ദത്തം ചെയ്ത ഭൂമിയിൽ പ്രവേശിക്കുന്നത്. അവരവിടെ പ്രവേശിച്ചപ്പോൾ സ്വർഗീയപിതാവ് അവരോട് എന്താണ് പറഞ്ഞത്? നിങ്ങളെ തന്നെ ഉറപ്പുള്ളവരാക്കി സമാധാനത്തിലായിരിക്കുക. ഇനി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി പഠിക്കുക, നിങ്ങളുടെ ഹൃദയത്തെ സമാധാനത്തിലായിരിക്കാൻ പഠിക്കുക. എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ എല്ലാ ചിന്തകളും ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ആ ചിന്തകളാൽ നമ്മളുടെ ഭാവന പോലും അതുപോലെ ആയി പോകാനിടയാകും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമ്മൾ നിരാശയിലാകും. പക്ഷെ ഇതെല്ലാം വരുന്നത് ആ ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. ഈ ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുത്ത് വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആ ആശ്വാസം എവിടെയാണ്? അത് നമ്മുടെ പ്രാണനിലാണ്, അത് നമ്മുടെ ഹൃദയത്തിന് വേണ്ടിയാണ്. എത്രയധികം നമ്മുടെ ഹൃദയത്തെ നമ്മൾ സമാധാനപ്പെടുത്താൻ നമ്മൾ പഠിക്കുന്നുവോ അതിലൂടെ എല്ലാം നമ്മൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും പിതാവിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഭയം വരാൻ ശ്രമിക്കുമ്പോൾ അതൊരു ചിന്തയുമായിട്ടാണ് വരുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ അനാഥരാണെന്നുള്ളത്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് പോകുക. ആ സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്, നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നവൻ. ഞാൻ എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ തോന്നാറുള്ളപ്പോൾ ഞാൻ ശ്രമിക്കും, ഞാൻ ആരെയും ഫോൺ വിളിക്കാതിരിക്കും, ഞാൻ ആരോട് സംസാരിക്കാതിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വായിൽ നിന്ന് പുറത്തു വരും, എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ. എനിക്ക് ചെയ്യേണ്ടത് എൻ്റെ ഹൃദയത്തെ സമാധാനത്തിലാക്കണം. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അങ്ങനെയുള്ള എല്ലാ ഉയർച്ചകളെയും നിങ്ങളുടെ തിരിച്ചറിവിന് വിപരീതമായിട്ട് വരുന്നതിനെ പിടിച്ചടക്കണം.
നമ്മുടെ ചിന്തകൾ, സങ്കല്പങ്ങളിലാണ് അത് വരുന്നത്. ചിലപ്പോൾ നമ്മുടെ ചുറ്റും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും, എന്താകുമെന്നുള്ള ചിന്തയായിരിക്കാം. ലോകത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണത്. എനിക്കും നിങ്ങൾക്കും പക്ഷേ ഒരു പിതാവുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളുടെയും മുകളിൽ ഒരാളുണ്ട്. അതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ അത് നമ്മുടെ സ്വർഗീയ പിതാവാണ്. യേശു ക്രിസ്തു ഈ കാര്യം ക്രൂശിൽ മാത്രമാണ് പറഞ്ഞത്, പിതാവേ നീ എന്നെ കൈവിട്ടത് എന്താന്ന്. നിങ്ങളിത് മനസ്സിലാക്കുക. എൻ്റെ ജീവിതം പിതൃത്വത്തിലാണ് എങ്കിൽ എൻ്റെ മുഴുവൻ ജീവിതവും ഒരു പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിലാണ്. അതിൽ അത് സുരക്ഷിതമാണ്. പിതാവ് അത് വളരെ മനോഹരമായിട്ടാണ് അത് രചിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും എല്ലാം പ്രശ്നത്തിൽ ആണെന്ന് തോന്നാം. ആ ചിന്തകൾ അത് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ സങ്കല്പങ്ങളിലേക്ക്. ആ സമയത്ത് വളരെ ആവശ്യമാണ് നമ്മുടെ പ്രാണനെ, നമ്മുടെ ചിന്തയെ ഞാൻ സമാധാനത്തിലാക്കണം, ഞാൻ ഉറച്ചു നിൽക്കണം. എൻ്റെ ഹൃദയം സമാധാനത്തിലായിരിക്കുമ്പോൾ ഞാൻ ഇത് ഏറ്റുപറയുക മാത്രം ചെയ്യും. ആ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ഏറ്റുപറയുമ്പോൾ ആ കാര്യങ്ങൾ അത് താൻ എൻ്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് എനിക്ക് കാണുവാൻ സാധിക്കും. വളരെ ആവശ്യമാണ്. ശത്രു വരുമ്പോൾ അവൻ പറയുകയാണ് നിനക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന്. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സമാധാനപ്പെടുത്തുക, നിങ്ങൾ ഉറച്ചു നിൽക്കുക. എന്നിട്ട് അറിയുക, സ്വർഗീയ പിതാവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവനാണ് നിങ്ങളുടെ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ അറിവിൽ വരേണ്ടതാണ് ആവശ്യം. ആ അറിവ് സത്യത്തിലൂടെയാണ് വരുന്നത്. അത് നമുക്കറിയാം. പിതാവ് സത്യത്തിൽ, പിതാവേ ഞാൻ നീയും ഒന്നാണ്, എനിക്ക് എൻ്റെ വലതോ ഇടത്തോ നോക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം ഞാനും അങ്ങും ഇപ്പോൾ ഒന്നായിരിക്കുകയാണ്. യഹോവ ഇപ്പോൾ എൻ്റെ പിതാവാണ്, എൻ്റെ നല്ല ഇടയനാണ്. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുന്നു, അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കും, അവൻ്റെ മുഴുവൻ ജീവിതവും പിതൃത്വത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഇപ്പോൾ അനാഥരല്ല. നമ്മൾ ഈ ചിന്തയിൽ ഉണരുമ്പോൾ നമ്മൾ പിതൃത്വത്തിലാണ് എന്ന് ഒന്നിനും നമ്മളെ തൊടുവാൻ സാധിക്കുകയില്ല. ഒരു ദുഃഖവും ഒരു രോഗവും അത് വരാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആ സത്യത്തിൽ നിലനിൽക്കുക, നമ്മൾ പിതൃത്വത്തിലാണ്. അവരാണ് നിങ്ങളെ പുറത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. ആ സ്ഥാനം നമ്മൾക്ക് നിലനിൽക്കേണ്ടത് അത് സമാധാനത്തിൻ്റെ സ്ഥാനമാണ്. ചിന്തകൾ, ഭാരങ്ങൾ നമ്മുടെ ചുറ്റും വരുമ്പോൾ, നമ്മുടെ ചുറ്റും അത് കാണുമ്പോൾ നിങ്ങൾ ഈ കാര്യം പറയാതിരിക്കുക, ഞാൻ പുത്രനാണ് എന്ന്. പക്ഷെ നിങ്ങൾ ഇത് ഏറ്റു പറയുക, എൻ്റെ മുഴുവൻ ജീവിതവും പിതൃത്വത്തിലാണ്. എത്രയധികം നിങ്ങൾ ഈ കാര്യം ഏറ്റുപറയുന്നു, അംഗീകരിക്കുന്നുവോ, അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ പിതൃത്വത്തിലാണ്, നിങ്ങൾ അവൻ്റെ പുത്രനാണ്. പിതാവ് എന്നെ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എൻ്റെ മുഴുവൻ ജീവിതവും അത് മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പിതാവിലൂടെയാണ്. അതുകൊണ്ട് ഒന്നും അവന് ഇഷ്ടമല്ലാത്തത്, അവൻ്റെ പ്രേരണയിലില്ലാത്ത എന്നെ തൊടുകയില്ല. നിങ്ങൾ എത്രയധികം വിശ്രമത്തിൽ നിലനിൽക്കുന്നുവോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വിരോധമായി വന്നത് തന്നെത്താൻ വീണിട്ടുണ്ടാവും. എന്തുകൊണ്ടാൽ ഇതാണ് സത്യം, അത് വ്യാജത്തെക്കാൾ വലുതാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവൻ ജീവിച്ചത് മുഴുവൻ സമാധാനത്തോടെയാണ് അവൻ ജീവിച്ചത്. അത് അവൻ്റെ ഹൃദയത്തിലായിരുന്നു. അവൻ ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ, അവൻ്റെ ചിന്തകൾ അവൻ്റെ ചെവിയിലേക്ക് ഇടുമ്പോൾ അവൻ സമാധാനത്തിലും മാത്രമായിരുന്നു. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ചിന്ത അത് ഉയരത്തിലുള്ളതായിരിക്കണം, ഉയരത്തിലുള്ളതിനെ കുറിച്ചായിരിക്കണം. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. ലോകത്തിലുള്ളത് ശരീരമാണ്. ശരീരത്തിനനുസരിച്ച് ജീവിച്ചാൽ അത് കാണുന്നത് അതിൻ്റെ മേൽ വാഴുവാൻ തുടങ്ങും. ദൈവം പറയുകയാണ്, വിശ്വാസത്തിലല്ലാത്തത് അത് ശരീരത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ സന്തതികൾ അവകാശികളാവുകയില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വാഗ്ദത്തം സ്വർഗീയ പിതാവ് അവന് കൊടുക്കുകയാണ്. പക്ഷേ ആ വിശ്വാസം അവിടെ കാണാതിരിക്കുമ്പോൾ സാറ എന്താണ് ചെയ്യുന്നത്? അവൾ ഹാഗാറിന്റെ അടുത്ത് കാണുകയാണ്, അത് ശരീരത്തിന്റെ സന്തതി ജനിക്കുകയാണ്, ഇശ്മയേൽ. അവിടെ വിശ്വാസമില്ല. സ്വർഗീയ പിതാവ് പറയുകയാണ്, സാറ ഒരു സന്തതിയെ പ്രസവിക്കും, അവളിനായിരിക്കും വിശ്വാസത്താൽ ജനിക്കുന്നത്. ഞാനും നിങ്ങളും വിശ്വാസത്തിന്റെ സന്തതികളാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വിശ്വാസമില്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾ, ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, വിശ്വാസമില്ലാതെ ചെയ്യുന്നത് അത് പാപമാണ്. ദൈവം ആഗ്രഹിക്കുകയാണ്, നമ്മളുടെ ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലൂടെയല്ല, നമ്മുടെ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്നതിലൂടെയല്ല. പക്ഷെ അവൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ അവന്റെ പ്രിയ പുത്രന്മാരാണ്, നമ്മൾ അവന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കണം, വിശ്വാസത്താൽ നമ്മൾ നമ്മുടെ ജീവിതം നടക്കണമെന്ന്. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ വീണ്ടും ജന്മം ആരൊക്കെ പ്രാപിച്ചോ, നമ്മൾ വചനത്തിനനുസരിച്ചാണ് നമ്മൾ നടക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു എങ്കിൽ നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം അത് ഉയരത്തിലുള്ളതിലായിരിക്കണം.
നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എന്താണ്? അത് സന്തോഷവും സമാധാനവുമാണ്. നിങ്ങൾ എപ്പോഴും ആ ഉണർവോടെ ഞാൻ അനാഥനല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒരു പിതൃത്വത്തിലാണ് എന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ നിങ്ങൾ ഉയരത്തിലുള്ളതിൽ ചിന്തിക്കണമെന്നുള്ളതിൻ്റെ, നിങ്ങൾ ശരീരത്തിലുള്ള ഇതിനെ അല്ല, നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഉയരത്തിലുള്ളതായിരിക്കണം. അപ്പോൾ വാഗ്ദത്തം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്താണ്? സന്തോഷവും സമാധാനവും. കോവിഡ് വരുമ്പോൾ, ആർക്കെങ്കിലും കോവിഡ് വന്നാൽ അതൊരു ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ ഒരു പുത്രന്റെ ജീവിതത്തിൽ ആ പ്രശ്നം വരുമ്പോൾ അവരുടെ ശ്രദ്ധ അത് ഉയരത്തിലുള്ളതായിരിക്കുമ്പോൾ, അവരുടെ തിരിച്ചറിവിനെ കുറിച്ചുള്ള കാര്യത്തിൽ, അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്? അത് ജീവനും സമാധാനവുമാണ്. ആ അവകാശം അവർ പ്രാപിക്കുകയാണ് മുന്നമേ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. നിങ്ങൾക്കറിയാമോ, ആചാരാനുഷ്ഠാനങ്ങൾ ഇതാണ് ചിന്തിക്കാതെയും അറിയാതെയും പ്രവർത്തിക്കുന്നത്. അതാണ് കർത്തൃമേശയും. അതിൽ നമ്മൾ അറിവോട് കൂടെ അല്ലാതെ, തിരിച്ചറിവോട് കൂടെ അല്ലാതെ അതിൽ നമ്മൾ ഭാഗവാക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കാം. പക്ഷേ ഇത് വളരെ ആവശ്യമാണ്. നമ്മൾ അറിവോട് കൂടെ അതിൽ നിന്ന് ഭാഗവാക്കാകണം. എല്ലാ മേഖലയിലും നിങ്ങൾ അറിവോടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ, യേശു വന്നത് അവൻ ആഗ്രഹിച്ചു, ഏത് ബന്ധം യേശു ക്രിസ്തുവിൻ്റെയും പിതാവിൻ്റെയും ഉണ്ടോ അതേ ബന്ധത്തിൽ ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. നിങ്ങൾക്കറിയാമോ, ബുധനാഴ്ചയും ഞായറാഴ്ചയും നമ്മൾ കാണാറുണ്ട്, വചനത്തിൽ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിലും വളരെ ആവശ്യമാണ്. നിങ്ങൾ യേശു ക്രിസ്തു പിതാവുമായി സമയം ചെലവഴിച്ചതുപോലെ, ബന്ധം തുടർന്നു കൊണ്ട് പോയതുപോലെ അതേ ബന്ധത്തിൽ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇതെത്ര സൗഭാഗ്യകരമായ കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വ്യക്തിപരമായി പിതാവിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്കൊരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾക്ക് അവനുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, ദാവീദിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ, ദാവീദ് എങ്ങനെയാണ്, ശൗല് ദാവീദിന് ആ ആയുധങ്ങൾ നൽകിയപ്പോൾ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാൻ അവൻ അതൊരിക്കലും ഉപയോഗിച്ചില്ല. പക്ഷേ അവൻ ചില കല്ലുകളും കവണയും എടുത്ത് അത് ജയിക്കുവാനിടയായി. ഒരു പരീക്ഷയും ഇല്ലാതെ ഒരു സാക്ഷ്യമുണ്ടാവുകയില്ല. ദാവീദ് ദൈവവുമായി ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം ഒരു സിംഹം വന്നപ്പോൾ അവൻ്റെ കുഞ്ഞാടിനെ കൊണ്ടുപോയി. എന്തുകൊണ്ടെന്നാൽ അവൻ ആ ബന്ധത്തിലായിരുന്നത് കൊണ്ട് അവൻ അറിയാമായിരുന്നു അത് പുറത്തു പോയി ആ സിംഹത്തിൻ്റെ അടുത്തേക്ക്. അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം അവനോട് കൂടെ എപ്പോഴും ഉണ്ട് എന്ന്. അതേ രീതിയിലാണ് അവൻ്റെ ജീവിതത്തിൽ സാക്ഷ്യം ഉത്ഭവിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങളത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഞാനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല ബിലവഡ് സഭ അങ്ങനെ ഒരു സഭയാകണമെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും സഭയിൽ വരണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ജീവിക്കണം, ആ ബന്ധത്തിൽ നിങ്ങൾ അനുഭവിക്കണം, ബന്ധം നിങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ രുചിച്ചു നോക്കണം സ്വർഗീയ പിതാവ് എത്ര നല്ലവനാണ് എന്ന്. പിന്നെ നിങ്ങൾ ഞായറാഴ്ച വന്ന് സാക്ഷ്യവുമായിട്ട് വരണം സഭയിലേക്ക്. എന്തുകൊണ്ടെന്നാൽ സ്വർഗീയ പിതാവ് ജീവിക്കുന്നു, അവൻ ആഗ്രഹിക്കുകയാണ് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവ് ജീവിക്കുമ്പോൾ ആ അനുഭവം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാവും. യേശു ക്രിസ്തു ജീവിച്ചതുപോലെ, യേശു ക്രിസ്തു എവിടെയൊക്കെ പോയോ അവിടെ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ പുറകെ വന്നു. നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയുന്നത്, ആ സാക്ഷ്യം എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്? ഇത് സാക്ഷ്യം പറയുകയാണ് നിങ്ങൾ എല്ലാവരും സ്വർഗീയ പിതാവിൻ്റെ നന്മ അനുഭവിച്ചു കഴിഞ്ഞു എന്ന്. റോമർക്കെഴുതിയ ലേഖനത്തെ നമുക്ക് വായിക്കാൻ സാധിക്കും. നിങ്ങൾ സ്വർഗീയ പിതാവിനെ അറിയുക. അവനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഒരിക്കലും ആചാരാനുഷ്ഠാനങ്ങളിലാവണമെന്ന്. നിങ്ങൾ അറിവ് കൊണ്ടേയിരിക്കുക. നമ്മൾക്ക് ബന്ധം വ്യക്തിപരമായിട്ടില്ല എങ്കിൽ ഇല്ലാതെ ആവണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തൊക്കെ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിച്ച കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ആരെങ്കിലും എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് റാപ്ചറിനെ കുറിച്ച്, സഭ യേശു ക്രിസ്തുവിനോട് കൂടെ എടുക്കപ്പെടുന്നത്, അതിനെക്കുറിച്ച് ഇതുവരെ എനിക്കൊരു വെളിപ്പാട് നൽകിയിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്ന് ഇത് ചോദിച്ചാൽ ഞാൻ അവരുമായി പങ്കുവയ്ക്കാറില്ല. പക്ഷെ ആരെങ്കിലും സ്വർഗീയ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കത് പങ്കുവയ്ക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ അത് ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ജീവിച്ച കാര്യമാണ്. ഞാൻ ചെയ്യുന്ന കാര്യം എപ്പോഴും ഇതാണ്, ഞാൻ എപ്പോഴും നിങ്ങളെ പിതാവിൻ്റെ അടുത്തേക്ക് അയക്കണം. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത് പ്രവർത്തിക്കുകയില്ല. അതൊരു ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെടുന്നത് പോലെ ആയിരിക്കും. നിങ്ങൾക്കറിയാമോ, യേശു എന്തിനാണ് വന്നത്? നമ്മളും പിതാവിനെ അനുഭവിക്കുവാൻ വേണ്ടിയാണ്. അവൻ അനുഭവിക്കുന്നത് പോലെ. സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇതാണ്, യേശു ക്രിസ്തുവിലൂടെ ഇപ്പോൾ അവന് ഇത്രയധികം സന്തതികൾ, മക്കൾ, പ്രിയ പുത്രന്മാർ ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ മതത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അത് ആ അവസരം എടുത്തു കളയുകയാണ്, അവൻ എല്ലാവരുടെയും പിതാവാകുക എന്നുള്ളത്. ഇന്ന് ശ്രേയയ്ക്കും അവസരം കിട്ടി. അവൻ പറയാൻ സാധിക്കും, യേശു ക്രിസ്തുവിൽ സ്വർഗീയ പിതാവ് എൻ്റെ ജീവിതത്തിൽ സാക്ഷ്യം ഉത്ഭവിപ്പിച്ചു എന്ന്. അല്ലാതെ ഒരു സഭയിൽ പോയി ഞാൻ അവിടെ പ്രാർത്ഥന വിഷയം പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ സൗഖ്യമായി എന്നല്ല. ഇത് പിന്നെ സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധമല്ല, അത് സഭയുമായിട്ടുള്ള ബന്ധമാണ്.
യേശുക്രിസ്തു വന്നു എന്തിന്? ഞാനും നിങ്ങളും സ്വർഗീയ പിതാവുമായി ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി. നമ്മൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ജനനം നടക്കുന്നതിന് മുമ്പ്, സ്ഥാപനത്തിന് മുമ്പേ അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അവൻ നിങ്ങളുടെ മുഴുവൻ ജീവിതവും മുൻനിശ്ചയിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്, ആ ആഗ്രഹങ്ങൾ പിതാവ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് അവൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ, സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായി വന്നാലും, നമ്മുടെ ചുറ്റും വന്നാലും, നമ്മളൊരു മനുഷ്യൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുഖത്തേക്കോ നോക്കരുത്. നമുക്ക് എപ്പോഴും അറിയണം, നമ്മൾ ഈ അറിവോടെ നമ്മൾ ജീവിക്കണം. നമ്മൾ അനാഥരല്ല. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്, നമ്മെ വളരെയധികം സ്നേഹിക്കുന്നവൻ. എല്ലാ സമയത്തും അവൻ്റെ കണ്ണ് നമ്മളുടെ മുകളിലാണ്. അവൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ആ ബന്ധത്തിൽ എപ്പോഴും ബന്ധത്തിലായിരിക്കണമെന്നും നമ്മൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അവകാശങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. വചനം ജീവനുള്ളതാണ്, അത് ആത്മാവാണ്. എത്രയധികം ആ വചനം നമ്മുടെ പ്രാണനിൽ പോകുന്നുവോ അതൊരു വിത്ത് പോലെയാണ്. ആ വിത്ത് അത് വിതയ്ക്കുമ്പോൾ അത് മുളയ്ക്കുവാനിടയാകും. അത് ഒരുപാട് അങ്ങനെയുള്ള വെളിപ്പാടുകളും സത്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വതന്ത്രമാക്കുവാനിടയാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോഴും ഞാനതിനെ ഇങ്ങനെയാണ് കാണുന്നത്. പഴയ നിയമം കാണുമ്പോൾ ആളുകൾ അവർ ജീവനുള്ള ദേഹികളായിരുന്നു. അവർ ജീവൻ നൽകുന്ന ആത്മാക്കളോ അല്ലെ പുതിയ സൃഷ്ടിയോ ആയിരുന്നില്ല. ചിലത് അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ ഒരു പുത്രന്റെ അർത്ഥം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ പോലെ ഒരു ഉയർന്ന സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ കത്തിനന്റെ മറയിൽ ഇരിക്കുക മാത്രമല്ല, നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെ ദൈവിക സാന്നിധ്യം നമ്മളോട് കൂടെ വരികയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? 90-ാം സങ്കീർത്തനം ഇപ്പോൾ നമുക്ക് വേണ്ടി ജീവനുള്ളതായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അത്യുന്നതന്റെ മറവിലാണ്. ആ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. നിങ്ങൾ പുറത്തു പോകുമ്പോൾ സാത്താന് പേടിക്കേണ്ടതായിട്ടുണ്ട്, അവൻ നിങ്ങളെ തൊടാതിരിക്കാൻ. യേശുക്രിസ്തു സഞ്ചരിച്ചപ്പോൾ ഭൂതങ്ങൾ അവനെ കണ്ട് ഓടുമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ സ്ഥാനം നിങ്ങൾ എടുക്കേണ്ടത് ഇതാണ്. ഇത് അറിഞ്ഞുകൊണ്ട് സ്വർഗീയ പിതാവിനെ വളരെയധികം സ്നേഹിക്കുന്നു. അതിനുശേഷം പുറത്തു പോയി അനേകം പുത്രന്മാരെ തിരിച്ചു ഭവനത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ എപ്പോഴും അറിവ് വെക്കുക. നിങ്ങൾ പിതാവെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ അറിയുക, നിങ്ങളും പിതാവും ഇപ്പോൾ ഒരു ജാതിയാണ്. അതുകൊണ്ട് നമ്മൾ ബിലവഡിൽ ഒരിക്കലും അനുവാദം കൊടുക്കാറില്ല പരസ്പരം മനുഷ്യരെന്ന് വിളിക്കാൻ. അതേ രീതിയിൽ പരീശന്മാരും ആ സമയത്ത് യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ, അവനെ നോക്കുമ്പോൾ യേശുവും കാണാൻ മനുഷ്യനെ പോലെയായിരുന്നു. പക്ഷേ അവൻ ഈ ലോകത്തിനുള്ളവനല്ലായിരുന്നു. അവൻ ജീവനുള്ള ദൈവമായിരുന്നു. അവൻ ജഡമായി തീർന്ന് ഈ ലോകത്ത് ജീവിച്ചു. എന്തിന്? ശരീരത്തിൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അതുകൊണ്ട് നമ്മൾ ശരീരത്തിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ആത്മാവിനനുസരിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മളെ പുത്രന്മാരെന്ന് പറഞ്ഞത് നമ്മൾ ആത്മാവെന്ന് അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ ലോകത്തിൽ പോകുമ്പോൾ എത്രയധികം ശരീരത്തിന്റെ മോഹങ്ങളുണ്ടോ, എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. നമുക്ക് അങ്ങനെയുള്ള എല്ലാ മോഹങ്ങളുടെയും മുകളിൽ നമ്മൾ വാഴുവാനിടയാകും. നമുക്കറിയാം, നമ്മൾ ഒരു പിതൃത്വത്തിലാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പിതാവാണ് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നടത്തുന്നത്. നമ്മൾ ദുഷ്ടന്മാരുടെ മാർഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഇത് ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കുക, പിതാവിൻ്റെയും എൻ്റെയും മനസ്സൊന്നാണ്. ഞാൻ സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹങ്ങൾ ആയിരിക്കുന്നത് പോലെയാണ് എൻ്റെയും ആഗ്രഹങ്ങൾ. എത്രയധികം നിങ്ങളുടെ ഹൃദയം ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുവോ അതിൻ്റെ ഫലം ജീവനും സമാധാനവുമാണ്. എല്ലാം നിങ്ങൾ ചെയ്യുന്നത് പിന്നെ തന്നെത്താൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ശരീരം എന്നെ കാണിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്, പക്ഷെ ഞാൻ ആത്മാവിനനുസരിച്ച് എൻ്റെ തിരിച്ചറിവിൽ ഞാൻ ഉറച്ചു നിൽക്കും. നിങ്ങൾ 1 മണിക്കൂർ നിങ്ങളുടെ ഈ ലോകത്തിലുള്ള കൂട്ടുകാരുടെ അടുത്ത് ഇരുന്ന് നോക്കുക. എന്തൊക്കെ സംസാരിച്ച് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചുറ്റുമുള്ള ലോകത്തിൻ്റെതായ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളുടെ ചെവി വേദന എടുക്കാൻ തുടങ്ങും. നിങ്ങൾ പറയും, ഞാൻ മറന്നുപോയി ഞാൻ സ്വർഗീയ പിതാവിൻ്റെ പുത്രനാണ് എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് നമ്മുടെ പ്രാണൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ശരീരത്തിൽ അത് വലിക്കുവാനിടയാകും. ഞാനും നിങ്ങളും അവിടെ നമുക്ക് നിൽക്കാൻ സാധിക്കും, പക്ഷെ നമ്മളെ വലിക്കുവാൻ, ശരീരത്തിൻ്റെ കാര്യങ്ങളിൽ ഹൃദയം വയ്ക്കുവാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു ഈ ഭൂമിയിലായിരുന്നു. അവൻ ആളുകളോട് കൂടെ അവൻ കൂട്ടായ്മ ആചരിച്ചു. പക്ഷെ ഒരിക്കലും അവന് ശരീരത്തിൻ്റെ കാര്യങ്ങളിൽ അവൻ വന്നില്ല. അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ തിരിച്ചറിവിൽ ജീവിക്കണം. നമ്മുടെ ആത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സത്യം ഇതാണ്, നമ്മളെല്ലാം പുത്രന്മാരാണ്. വ്യത്യാസം ഇത് മാത്രമാണ്, ഒരു പുത്രൻ അറിയുന്നവൻ പുത്രനാണ് എന്ന് മറ്റൊരാൾ അത് ഇതുവരെ ഉണർന്നിട്ടില്ല. അപ്പോൾ മാത്രമേ ഒരു അവകാശം നമുക്ക് പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് അത് ലഭിക്കുന്നു, ഒരാൾക്ക് ലഭിക്കുന്നില്ല. അത് രണ്ടുപേർക്കും വേണ്ടിയുള്ളതാണ്. അതെ, അത് പക്ഷെ ഒരാൾ തിരിച്ചറിവിൽ ഒരാളല്ല. മുഴുവൻ ലോകവും ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അത് സത്യമാവണമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ആളുകൾ വലിയ വലിയ സ്ഥാപനങ്ങളുടെ പുറകെ പോകുന്നതിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ തിരിച്ചറിവ്
തിരിച്ചറിവ് വചനത്തിൽ നിന്നാണ് എടുക്കുന്നത്. വചനത്തിൽ അതെനിക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിനനുഷ്ഠിതമായാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ മനുഷ്യൻ്റെ അറിവ് എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനുഷ്യൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ വചനത്തെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നു എന്നാണ്. നിങ്ങൾക്കറിയാമോ, എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചത് നമ്മൾ ആ ബന്ധത്തിലായിരിക്കുവാനാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് അവൻ്റെ സ്നേഹം നമ്മളിൽ പകരുവാനാണ്. യേശു ക്രിസ്തു പൂർണ്ണമായ അറിവോടെയാണ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചത്. അവനൊരിക്കലും പറഞ്ഞില്ല ഞാൻ പുത്രനാണെന്ന്. അവൻ പറയുക മാത്രം ചെയ്തു, സ്വർഗീയ പിതാവിനെ പിതാവേ എന്ന്. പിതാവ്, എൻ്റെ പിതാവ്, നിങ്ങളും തുടങ്ങുക എന്ന് മുതൽ. ആളുകൾ അവനെ പിതാവേ എന്ന് വിളിക്കുന്നത് അവൻ കണ്ടു. അപ്പോഴവർ പറഞ്ഞു ഇവൻ പുത്രനാണ് എന്ന്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മനസ്സിലാക്കുകയാണ് അവൻ പിതാവാണ് എന്ന്. എൻ്റെ ഓട്ടോറിക്ഷയിൽ എൻ്റെ ലാപ്ടോപ്പ് കാണാതെ പോയപ്പോൾ, ഞാൻ ഹൈദരാബാദിലായിരുന്നപ്പോൾ, ഞാൻ ഫ്ലൈറ്റ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് റിക്ഷയിലായിപ്പോയി. ആ സമയത്ത് ഞാൻ സമാധാനത്തിലായിരുന്നു. എനിക്കറിയാം എൻ്റെ പിതാവ് എപ്പോഴും എന്നോട് കൂടെയുണ്ട്. അവൻ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ആ സമയത്ത് ഞാൻ ഫ്ലൈറ്റിൽ പോയി. എനിക്ക് കാണുവാൻ സാധിച്ചു ആ വ്യക്തി അത് തിരിച്ച് ആ ലാപ്ടോപ്പ് എൻ്റെ അഡ്രസ്സിൽ അത് അയക്കുവാനിടയായി. ചിലപ്പോൾ അവനത് മോഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ആ അറിവിലായിരുന്നു, എൻ്റെ പിതാവ് ആ മുഴുവൻ ലോകത്തിനെയും സൃഷ്ടിച്ചവൻ, അവൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം. അവൻ എന്നെ അവൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിക്കുമ്പോൾ ഒന്നും എനിക്ക് വിരോധമായി വരികയില്ല. ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്. അതുകൊണ്ട് ഒരു ദുഷ്ടൻ്റെ ആയുധവും എൻ്റെ അടുത്തേക്ക് എത്തുകയില്ല. നിങ്ങൾക്കറിയാമോ, ഞാനും നിങ്ങളും വചനത്തിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ വീണ്ടും ജന്മം പ്രാപിച്ചു സ്വർഗീയ പിതാവിലൂടെ. അവൻ നമ്മളെ അവൻ്റെ പ്രിയപുത്രന്മാരെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി പറഞ്ഞതുപോലെ അവൻ ആഗ്രഹിക്കുകയാണ് എത്രയധികം നന്മകൾ. സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ നന്മയും ഈ ലോകത്തിലുള്ളത്, അതെല്ലാ നന്മകളും നമ്മളിൽ പകരണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. വളരെ ആവശ്യമാണ് നമ്മളത് സ്വീകരിക്കാനുള്ളൊരു ഹൃദയം. അവൻ്റെ നന്മകൾ പ്രാപിക്കാനുള്ളത് നമുക്കുണ്ടായിരിക്കണം. ഞാൻ അവനെ നന്ദി അർപ്പിക്കുകയാണ്. ഇതെൻ്റെ തിരഞ്ഞെടുപ്പല്ലായിരുന്നു. സ്വർഗീയ പിതാവേ, അങ്ങാണ് എന്നെ തിരഞ്ഞെടുത്തത്. അതാണ് ഫറവോന് സംഭവിച്ചത്. അവൻ പറയുകയാണ് ഞാൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. അവൻ കാണിക്കാൻ ആഗ്രഹിച്ചു ഇസ്രയേലിൻ്റെ ദൈവം എത്ര ശക്തിയുള്ളവനാണെന്ന്, അവൻ അവൻ്റെ ആളുകളെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന്. ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾ ചെയ്തത്, അത് സ്വർഗീയ പിതാവ് നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുന്നമേ തിരഞ്ഞെടുത്തത് അത് കാണിക്കുവാൻ വേണ്ടിയാണ്. അവൻ നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന്, അവൻ്റെ സ്നേഹം നിങ്ങൾ പകരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ആരൊക്കെ ഇന്ന് ഈ വചനം കേൾക്കുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്നുവോ, നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ അവൻ്റെ സ്നേഹപാത്രങ്ങളാകുവാൻ വേണ്ടിയാണ്. വളരെ ആവശ്യമാണ് നമ്മൾ ബൈബിൾ വായിക്കാൻ തുടങ്ങണം നമ്മുടെ പുത്രൻ്റെ തിരിച്ചറിവോടുകൂടെ. ഞാൻ പുത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു സ്വർഗീയ ജാതിയാണ്. യേശു ക്രിസ്തു കാണാൻ മനുഷ്യരെ പോലെ ആയിരുന്നു, പക്ഷെ അവൻ ഈ ലോകത്തിനുള്ളവനല്ലായിരുന്നു. അതേ രീതിയിലാണ് നമ്മൾ മനുഷ്യരെ പോലെയാണ് കാണാൻ, പക്ഷെ ഞാനും നിങ്ങളും ഈ ലോകത്തിനുള്ളവരല്ല. പരീശർ ഈ കാര്യം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ദേഷ്യപ്പെട്ടത്. അവർക്കറിയാമായിരുന്നു പുത്രന്റെ അർത്ഥം എന്താണെന്ന്, അത് ദൈവത്തെ പോലെ എന്നാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇത് അറിയേണ്ടത് ആവശ്യമാണ്. നമ്മൾ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെയും അതേ അർത്ഥമാണ്, ദൈവത്തെ പോലെ. നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ള മനുഷ്യരെ പോലെ ആയിരിക്കും കാണാൻ തോന്നുന്നത്, പക്ഷെ അവർക്കറിയാം അവർ അസാധാരണരാണെന്ന്. അവൻ വെള്ളത്തിന് മുകളിൽ നടന്നതുപോലെ അതേ സത്യമാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുമുള്ളത്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവുണ്ട്. ആ ദൈവം അത് നിങ്ങളുടെ പിതാവാണ്. ഇനി എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ്. ആവർത്തന പുസ്തകത്തിൽ നമുക്ക് ആ വാഗ്ദത്തങ്ങൾ വായിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് വേഗം അത് വചനത്തിൽ നിന്ന് വായിക്കാം. അത് എന്തുകൊണ്ടെന്നാൽ അത് വളരെ അത്ഭുതകരമായതാണ്. നമുക്ക് വായിക്കാം. ആവർത്തനം അതിൻ്റെ 28:3 വായിക്കാം. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ തന്നെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലെ സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. ഞാനും നിങ്ങളും ഇപ്പോൾ അവൻ്റെ പ്രിയപുത്രന്മാരാണ്. അവൻ നമ്മുടെ പിതാവാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല.
ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രഖ്യാപിക്കുക. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, യഹോവ നിന്നെ വാലല്ല തലയാക്കും. നിങ്ങൾക്കറിയാമോ, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, പുത്രൻ അവൻ സഭയുടെ തലയാണ്. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ വാലല്ല, എന്നെ തലയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിലും എൻ്റെ മുകളിൽ വാഴുവാൻ ഞാൻ അനുവദിക്കാറില്ല. പലപ്പോഴും എൻ്റെ ചിന്തകൾ എന്നിൽ വാഴാൻ ശ്രമിക്കും. പക്ഷെ ഞാനപ്പോൾ കുറച്ച് സമയമെടുക്കും. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരിക്കലും ആ സമയത്ത് മറ്റൊരു വ്യക്തിയെ ഫോൺ വിളിക്കാറില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിരിക്കും. ആ സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ പോയിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഉയരത്തിലുള്ളതിൽ വയ്ക്കും, ആത്മാവിൻ്റെ തിരിച്ചറിവിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവൻ്റെ ജീവനും സമാധാനവും നമ്മുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമുക്ക് കാണാറുണ്ട്. അവൻ ഈ ലോകത്തായിരുന്നപ്പോൾ എല്ലാ പ്രവൃത്തികളും യേശു ചെയ്തത് അത് പിതൃത്വത്തിലായിരുന്നു. എത്ര വിശ്രമത്തിലായിരുന്നു അവൻ്റെ ജീവിതം ജീവിച്ചത്. നമ്മൾ അവൻ്റെ ജീവിതം നോക്കുമ്പോൾ എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കും, എൻ്റെ ജീവിതവും അങ്ങനെ തന്നെ പിതൃത്വത്തിലാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കാറുണ്ട്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്വർഗീയ പിതാവ് അപ്പോൾ ഫോൺ എടുത്തിട്ട് വേറൊരാളെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും, നിങ്ങളോട് പറയുവാൻ വേണ്ടി, നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി, നിങ്ങൾ അവൻ്റെ പ്രിയ പുത്രനാണ് എന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങളെ കാണിക്കും. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു സമയമായിരിക്കും, അങ്ങനെ ഒരു അനുഭവമായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങളത് അത് കണ്ട് സന്തോഷിക്കുവാനിടയാകും. ഞാൻ ആ ബന്ധത്തിലാണ്. എൻ്റെ പിതാവ്, അവനോട് എനിക്ക് സംസാരിക്കാൻ സാധിക്കും. അവനെപ്പോഴും എന്നെ പരിപാലിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയും നിങ്ങൾ അവനെ അനുവാദം കൊടുത്തു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇത്രയധികം ആളുകളാൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആളുകളുടെ അടുത്തേക്ക് ഓടുന്നു. നമുക്ക് പിതാവിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു അവസരം പിതാവിന് കൊടുത്തിട്ടില്ല. നിങ്ങളങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഇത്രയധികം ചെറിയ ചെറിയ കല്ലുകൾ നിങ്ങളുടെ അടുത്ത് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ശത്രുവിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ ശബ്ദം കേൾക്കുന്നു, തിരിച്ചറിയുന്നു. നിങ്ങൾ ആ ബന്ധത്തിൽ ആണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ ഏറ്റവും വലിയ ഉദ്ദേശം ഇതാണ്, നിങ്ങൾ വ്യക്തിപരമായി സ്വർഗീയ പിതാവുമായി ബന്ധത്തിലായിരിക്കണം. അതാണ് ബിലവഡ് സഭയിൽ നമ്മുടെ ആഗ്രഹം. എല്ലാവരും വ്യക്തിപരമായി പിതാവുമായി ഒരു ബന്ധത്തിലായിരിക്കണം. ഇത് പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചതാണ്. ഒരു സമയത്ത് ഞാൻ അവനുമായി ചിലത് കാര്യം ചോദിക്കുകയായിരുന്നു. ഒരു ദർശനം അത് മറ്റൊരു കുട്ടിക്ക് അവൻ നൽകി, എൻ്റെ ബിൽഡിങ്ങിൽ തന്നെയുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയിട്ടില്ലായിരുന്നു. അവൻ എന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എങ്കിൽ, ഏറ്റവും ആദ്യം അതിൻ്റെ അർത്ഥം നമ്മളിത് അംഗീകരിക്കുകയാണ്, അവൻ നമ്മുടെ കേൾക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ഞാൻ 2 കുട്ടികളെ എൻ്റെ കൂടെ കൂട്ടിയിരുന്നു. ഞാൻ പറഞ്ഞു, വരും നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടെന്നാൽ അവൻ എൻ്റെ കേൾക്കുന്നില്ല. പിന്നെ സ്വർഗീയ പിതാവ് ആ കുട്ടിയുടെ സ്വപ്നത്തിൽ സംസാരിച്ചു, പ്രിയയോട് പറയുക, നീ എൻ്റെ അടുത്തേക്ക് വരിക, നേരിട്ട് ഞാൻ നിൻ്റെ കേൾക്കും. ആ പെൺകുട്ടി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ എനിക്കിത് വളരെ അത്ഭുതകരമായി തോന്നി. പിതാവ് എന്നെ കേൾപ്പിച്ചത് എനിക്ക് എന്തുകൊണ്ട് തോന്നി അവൻ എൻ്റെ കേൾക്കുന്നില്ല എന്ന്. അവൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, ഞാൻ അവൾക്ക് ആ കാര്യം കൊടുക്കും, പക്ഷെ അവളോട് പറയണം, ആദ്യം നീ എന്നോട് ചോദിക്കണം. എൻ്റെ വിശ്വാസം ഇതാണ്, ഞാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സഭയുടെ പേര് ബിലവഡ് ഉള്ളതുപോലെ അതിൻ്റെ അർത്ഥം സ്നേഹിക്കപ്പെട്ടത്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും അനുഭവിക്കണം സ്വർഗീയ പിതാവിനോടുള്ള സ്നേഹം അതെങ്ങനെയാണെന്നും അത് ഗ്രഹിക്കണം അവർ. അതുകൊണ്ട് ആ സ്നേഹം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ നേരെ പിതാവിൻ്റെ അടുത്തേക്ക് പോകണം. അവൻ നിങ്ങളെ അവൻ്റെ പ്രിയ പുത്രന്മാരെന്നാണ് പറയുന്നത്. ഞാനല്ല, അവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യം ഉത്ഭവിപ്പിക്കുന്നത്. നമ്മുടെ സഭയിൽ ഒരാളുണ്ട്, സാക്ഷ്യം പറയുകയായിരുന്നു. ഒരു റെയിൻബോ കാണാൻ അവൾ ആഗ്രഹിച്ചു. ചിലപ്പോൾ അവൾക്ക് വേണ്ടി ആരോടെങ്കിലും അവൾക്ക് പറയാമായിരുന്നു അവളുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്ന ഭാരങ്ങൾ. അവൾ സ്വർഗീയ പിതാവിനോട് ചോദിച്ചു. അവൾ വിശ്രമിക്കുക മാത്രം ചെയ്തു. ചിന്തിച്ചു നോക്കുക എന്താണ് സംഭവിച്ചതെന്നാൽ അവളുടെ ചെവിയിൽ പെട്ടെന്ന് ശബ്ദം വരുവാണ്. പിതാവ് പറയാണ്, മുകളിലേക്ക് നോക്കുക. പിന്നെ അവൾ അവിടെ റെയിൻബോ കാണുവാനിടയായി. ചിലപ്പോൾ എത്ര പ്രാവശ്യമെങ്കിലും അവൾ എൻ്റെ അടുത്ത് വന്നാലും എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ അവളോട് മനസ്സിലാക്കിയാലും എനിക്ക് പക്ഷെ ഒരിക്കലും അവൾക്ക് വേണ്ടി ഒരു റെയിൻബോ കാണിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. പക്ഷെ പിതാവിന് സർവശക്തനാണ്. ഇതാണ് ഏറ്റവും വലിയ നന്മ. നമ്മൾ പിതാവിൻ്റെ അടുത്തേക്ക് ഏറ്റവും ആദ്യം പോകുന്നതിന് കൊണ്ടുള്ളത്. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ടാക്കിയത് തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭാരമുള്ള കാര്യം. ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാറുണ്ട്, വലിയ വലിയ സഭകളുടെ പേരെടുത്തിട്ട് അവരങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഞാൻ പറയാറുണ്ട്, ഒരു വ്യത്യാസവുമില്ല.
എന്തുകൊണ്ടെന്നാൽ ഞാൻ വചനത്തിനനുസരിച്ചേ ജീവിക്കുകയുള്ളൂ. ചിലപ്പോൾ മുഴുവൻ ലോകവും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് എങ്കിൽ, പക്ഷെ യേശു ക്രിസ്തു ആ വചനം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിൽ നിലനിൽക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ വ്യക്തിയേക്ക് റെയിൻബോ എന്നെ കാണിക്കാൻ സാധിക്കില്ലായിരുന്നു. ആരാണ് ആ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്, ആരാണ് അതിലൂടെ സന്തോഷിച്ചത്, ആ ദൈവത്തെ അനുഭവിച്ച് നോക്കിയിട്ട് ആ വ്യക്തിയാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഫോൺ എടുക്കാറുണ്ട്, മറ്റുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാറുണ്ട്. ആ പ്രശ്നത്തിലായിരുന്നുകൊണ്ട്, ആ ഭയത്തിലായിരുന്നു കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് സമാധാനത്തിലല്ലായിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുക, നമ്മുടെ ചിന്തകളെ അടക്കുക, നമ്മളെ ഓർമ്മപ്പെടുത്തുക നമ്മുടെ സ്വർഗീയ പിതാവ് ആരാണ് എന്ന്. അവൻ്റെ ആ നിയന്ത്രണത്തിൽ നമ്മൾ മറന്നു പോകും. നമ്മുടെ പിതാവ് പ്രശ്നങ്ങളെ കഴിഞ്ഞ് മുകളിലാണ്. നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക, നമ്മൾ പിതൃത്വത്തിലാണ് ഏറ്റവും ആദ്യം. പുത്രന്റെ അർത്ഥം ഒരു പുതിയ സൃഷ്ടി, സ്വർഗീയ ജാതി. നമ്മുടെ മൂത്ത സഹോദരൻ യേശുക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചതെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിന് മുമ്പിൽ എല്ലാ പ്രശ്നങ്ങളും വന്നപ്പോൾ അവൻ സമാധാനത്തിലായിരുന്നു. അതേ രീതിയിൽ എനിക്ക് സമാധാനത്തിലായിരിക്കണം. ഞാൻ ഈ ചിന്തകളോട് കൂടി എൻ്റെ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരുമ്പോൾ, എൻ്റെ തിരിച്ചറിവിനെ കുറിച്ച് ഏറ്റു പറയുമ്പോൾ സമാധാനത്തോടു കൂടി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പ്രശ്നം തന്നെത്താൻ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആ പ്രശ്നങ്ങളുടെ പുറകെയല്ല ഓടിയത്. നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ആരാണ് എന്ന്. നിങ്ങൾ അതിൽ നിലനിന്നു, നിങ്ങൾ സമാധാനത്തിലായിരുന്നു, നിങ്ങൾ വിശ്വസിച്ചു. അസാധാരണമായ രീതിയിൽ അത്ഭുതകരമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മറിഞ്ഞു പോകുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ പുത്രന്റെ സ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ മാത്രമാണ്. ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. അവരവരുടെ പുത്രന്റെ ആ സ്ഥാനം നഷ്ടപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ടെന്നാൽ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് അവകാശം പ്രാപിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ മറക്കാതിരിക്കുമ്പോൾ നമ്മുടെ തിരിച്ചറിവ് എന്താണ് എന്ന്, അപ്പോൾ നമുക്ക് ആ അവകാശങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. ഒരു ദാസൻ ഒരിക്കലും അവകാശങ്ങൾ പ്രാപിക്കാൻ സാധിക്കില്ല. ഒരു ദാസൻ അവൻ ഇവിടെയും ഓടുകയാണ് ആ ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, അവർക്ക് അവകാശം ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഉണരുക, നിങ്ങളുടെ തിരിച്ചറിവ് എന്താണെന്ന്, ആ സ്ഥിരതയിൽ നിലനിൽക്കുക. ചിലപ്പോൾ പലർക്കും ആ കാര്യം പൂർത്തീകരിക്കാൻ ഒരു വർഷം എടുത്തെന്നിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് നടക്കും. പിന്നെ ഒരു സമയം വരും, ആ പ്രശ്നങ്ങൾ, ആ ചിന്തകൾ, ഭാരങ്ങൾ അത് വരുമ്പോൾ തന്നെത്താൻ നിങ്ങളുടെ മുമ്പിൽ അത് മുട്ടുമടക്കുവാനിടയാകും. ഒരു സമയം അങ്ങനെ വരും, നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കും, എപ്പോഴും ആ ചിന്തയിൽ തന്നെ നിങ്ങൾ നടക്കും, അറിവോടുകൂടെ നിങ്ങൾ അവൻ്റെ പ്രിയപുത്രനാണെന്നുള്ളതിൽ. ഒരു അറിവ് ഉള്ള ഹൃദയം സംഭവിക്കുക, അതറിയുകയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ ചിന്തയോടും അറിവോടും കൂടി ആയിരിക്കും, ആ ബുദ്ധിയോടു കൂടി ആയിരിക്കും. അതിൽ അവനറിയാം അവൻ്റെ തിരിച്ചറിവ് എന്താണ് എന്ന്. ഞാനും നിങ്ങളും സാധാരണ മനുഷ്യരല്ല, ഞാനും നിങ്ങളും സ്വർഗീയ ജാതിയാണ്. പലപ്പോഴും കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്, ഞാൻ ചെയ്തത് അതിൽ ഞാൻ പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പ്രശ്നത്തിലായിക്കൊണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ആരാണ്, ഞാൻ ആ വിശ്രമത്തിൽ നിലനിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്വർഗീയ രാജ്യം അത് ജീവനുള്ളതാണ്, അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് ആ ഉണർവിൻ്റെ അറിവോടുകൂടെ മാത്രമാണ്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തിൻ്റെ സ്ഥാനത്ത് നിലനിർത്തണമെന്ന്. പ്രശ്നങ്ങൾ, ചിന്തകൾ വരുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ചുള്ള വിഷയം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ആരാണ് എന്ന്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്ഭുതകരമായ അടയാളങ്ങളും അത്ഭുതങ്ങളും വലിയ ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഏത് നിമിഷം നമ്മൾ ഈ തീരുമാനമെടുത്തോ, നമ്മൾ തന്നെത്താൻ നമ്മുടെ യുദ്ധം ചെയ്യുകയില്ല, നമ്മൾ സമാധാനത്തിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പിതാവാണ് പിന്നെ നമ്മൾക്ക് വേണ്ടി ആ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത്. നമുക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. അതുകൊണ്ട് പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ ഉണർവോടുകൂടെ, അറിവോടുകൂടെ വായിക്കുക. ഒരു പുത്രന്റെ രൂപത്തിലായിരുന്നു കൊണ്ട്, തിരിച്ചറിവിൽ ആയിക്കൊണ്ട് നിങ്ങൾ വായിക്കുക. ആ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തി, ആ ശക്തി ക്രൂശിൽ നടന്നത്, അതിനാൽ നിങ്ങൾ ആ പഴയ നിയമം വായിക്കുക. നമ്മൾ ബൈബിളിൽ ദാവീദിനെ കുറിച്ച് വായിക്കുമ്പോൾ നിങ്ങൾ അറിയുക, അവർ സ്വർഗീയ ജാതിയല്ല, പുതിയ സൃഷ്ടിയല്ല. അതുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്തത്. നിങ്ങളൊരു പുതിയ പുത്രനാണ്, പുതിയ സൃഷ്ടി. അതുപോലെയാണ് യേശു ക്രിസ്തു കൊടുങ്കാറ്റിന്റെ നടുവിൽ സമാധാനത്തിലായിരുന്നത്. നിങ്ങൾ തന്നെത്താൻ യേശുവിന്റെ രൂപത്തിൽ നിങ്ങൾ കാണുക, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തിലായിരിക്കാൻ സാധിക്കൂ. ശിഷ്യന്മാർ സമാധാനത്തിലല്ലായിരുന്നു. നിങ്ങളുടെ തിരിച്ചറിവ് ഒരാളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കൂ, അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് പലപ്പോഴും 91 സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അതൊരു പുത്രന് വേണ്ടി എത്ര അത്ഭുതകരമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഞാനാണ് ആ സർവശക്തന്റെ കീഴിൽ ഇരിക്കുന്നത്. എൻ്റെ വലതുവശത്ത് 1000 വലതുവശത്ത് 10,000 പേരും വീഴും, അത് എന്നെ തൊടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ പുത്രനാണ്. എല്ലാ ദുഷ്ടതയ്ക്കും മുകളിൽ ഞാൻ യേശു ക്രിസ്തുവിലൂടെ വിജയാളിയായി. അതുകൊണ്ട് ആ അറിവിൽ, ആ തിരിച്ചറിവിൽ ഞാൻ എപ്പോഴും അത് വായിക്കാറുണ്ട്.
അതുകൊണ്ട് എല്ലാ പഴയ നിയമത്തിലും നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ആ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തി ക്രൂശിൽ യേശുക്രിസ്തു ചെയ്തത് ആ കണ്ണോട് കൂടെ ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിക്കണം. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇത് വചനത്തിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ അറിയേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു അനേക കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് വന്നത്. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ ആ പഴയ വാഗ്ദത്തങ്ങൾ ഇനി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കുഞ്ഞാടിൻ്റെയോ രക്തത്താലല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ വിജയാളികളാക്കിയത്. ഇനി ഒരിക്കലും ഒരു കോലാട്ടുകൊട്ടൻ്റെ രക്തവും യേശുവിൻ്റെ രക്തവുമായി നമുക്ക് അതുകൊണ്ട് ഇനി കുഞ്ഞാടിൻ്റെയോ കോലാട്ടുകൊട്ടിൻ്റെ രക്തമല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ വിജയാളികളാക്കിയത്. എനിക്കൊരിക്കലും താരതമ്യം പോലും ചെയ്യാൻ സാധിക്കുകയില്ല ഒരു കോലാട്ടുകൊട്ടിൻ്റെ രക്തവും യേശുക്രിസ്തുവിൻ്റെ രക്തവുമായിട്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തം പൂർത്തീകരിച്ചു, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. പൂർത്തീകരിക്കപ്പെട്ട പഴയ നിയമം എഴുതിയിരിക്കുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ്. അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ ഇനി തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് പഴയ നിയമം ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ അത് വായിക്കേണ്ടത് ഒരു പുത്രന തിരിച്ചറിവോടെയാണ്. ഒരാളിനോട് പറഞ്ഞു, പ്രിയ നീ പഴയ നിയമത്തിൽ അല്ലെ പഴയ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നില്ല? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പൂർത്തീകരിക്കപ്പെട്ട കാര്യമാണ്, തീർന്നിരിക്കുന്നു. ഞാൻ പഴയ നിയമം വായിക്കാറുണ്ടോ? ഉണ്ട്. പക്ഷെ പൂർത്തീകരിക്കപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ അതിനെ വായിക്കുന്നത്. ഒരു പുത്രൻ്റെ തിരിച്ചറിവോട് കൂടിയാണ് അത് വായിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി അത് പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ അറിയുമ്പോൾ എന്തിനാണ് യേശു വന്നത്, ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം തന്നെത്താൻ നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. ഞാൻ ആഗ്രഹിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ തന്നെത്താൻ പോയി പുറത്തുള്ള ലോകത്ത് ജീവിക്കുമ്പോൾ വ്യക്തിപരമായി ദൈവത്തെ അനുവദിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനിപ്പോൾ പറയുന്നു, പക്ഷേ ഒരു സമയം വരുമ്പോൾ ഞാൻ കേൾക്കും ആ എല്ലാ സാക്ഷ്യങ്ങളും വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്ഭവിക്കുന്നത് കാണുവാൻ. എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഒരു ആചാര അനുഷ്ഠാനങ്ങളിൽ അല്ല, മതത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ ചിന്തയോടുകൂടെ ആ അറിവോടുകൂടെ ഉണർവിനോടുകൂടെ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ സന്ദേശം നമുക്ക് നിർത്താം. ഞാൻ നിങ്ങളെല്ലാം ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അധികമായി പുതിയ നിയമം നിങ്ങൾ ധ്യാനിക്കണം. മറ്റുള്ള ഡിവോഷനുകൾ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ധ്യാനിക്കണം, നിങ്ങൾ വായിക്കണം ബൈബിളിലുള്ളത്. നിങ്ങളുടെ നിങ്ങൾ പൂർണ്ണരായ പുത്രന്മാരാണ്. നിങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിയുകയാണ് ആ വചനം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. നിങ്ങൾ വചനം വായിക്കുമ്പോൾ അത് നിങ്ങളുടെ അറിവ് മാത്രമായിരിക്കില്ല, അത് ജീവനാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ തുടങ്ങാം അപ്പോസ്തല പ്രവൃത്തി, റോമർ, കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ. നിങ്ങൾ എല്ലാ വചനവും ധ്യാനിക്കുക. ഞാൻ ഇന്ന് റോമർ എഴുതിയ 8-ാം അധ്യായം വായിച്ചപ്പോൾ ഞാൻ അറിയാൻ ആഗ്രഹിച്ചു ആ ശരീരം എന്താണ് എന്ന്. ഞാൻ ആ ശബ്ദം തിരഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർനെറ്റിൽ പോയി, ഞാൻ അതിൻ്റെ പല പല ട്രാൻസ്ലേഷനുകൾ തുറന്നു, അതിൻ്റെ മൂല്യപദം, അതിൻ്റെ വാക്കു നോക്കി. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ ആ വെളിപ്പാട് എനിക്ക് ലഭിക്കുവാനിടയായി. അങ്ങനെയാണ് നിങ്ങൾ വചനമെടുക്കുമ്പോൾ, നിങ്ങൾ അത് ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ വചനം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സഹായം ചോദിക്കുക. അവൻ പിന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാകുന്നു നിങ്ങൾക്ക്? പലപ്പോഴും ആളുകൾ എനിക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യാറുണ്ട്, ഇങ്ങനെ വചനം എഴുതിയിരിക്കുന്നത്. അവർ ഉത്തരം ചോദിക്കാറുണ്ട്. ഞാനത് കണ്ടിട്ട് അവർക്ക് ഉത്തരം കൊടുക്കാറില്ല. ഞാൻ എന്തിനാണ് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാൾക്ക് ഉത്തരം കൊടുക്കുന്നത്? നിങ്ങൾ തന്നെത്താൻ അതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ വളരെ ആവശ്യമാണ് നിങ്ങൾ ധ്യാനിക്കുക. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ സഭയിൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒന്നായിരിക്കാൻ സാധിക്കൂ. പലപ്പോഴും പല ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന വ്യക്തി ഇങ്ങനെ പറയുന്നു, അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പറയാറുണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് ജീവിക്കുന്നവൻ സ്വയം നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം നിങ്ങളെ പഠിപ്പിക്കും വചനത്തിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ച്. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. 2009 തുടക്കത്തിൽ ഞാൻ അറിഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആരും എന്നെ പഠിപ്പിക്കുന്നവരില്ലായിരുന്നു. എനിക്ക് ഇത്രമാത്രം അറിയാമായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ ഞാൻ സങ്കല്പിച്ച ആ ദൈവം എനിക്ക് ലഭിച്ചു. അതെല്ലാം എന്നെ ആരാണ് പഠിപ്പിച്ചത്? ആ പരിശുദ്ധാത്മാവാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയധികം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തോറ്റു പോകാനിടയാകുകയില്ല. ചിലപ്പോൾ അവൻ നിങ്ങളോടൊരു മരുന്നോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോകാനോ, ഏത് രീതിയാണെങ്കിലും അതിൻ്റെ അവസാനത്തെ ഫലം എന്ന് പറയുന്നത് അത് ജീവൻ മാത്രമായിരിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് കൂടെ ജീവിച്ചാൽ നിശ്ചയമായിട്ടും അതിൻ്റെ ഉത്തരം അത് വിജയം മാത്രമായിരിക്കും, അത് ജീവൻ മാത്രമായിരിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അടുത്തേക്ക് പോകാതെ മനുഷ്യൻ്റെ അടുത്ത് പോയി പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങൾ വിജയാളികളാകാഞ്ഞത്.
അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ശരീരത്തിൽ മനസ്സ് വയ്ക്കുന്നത് മരണമാണ്, ആത്മാവിൽ മനസ്സ് വയ്ക്കുന്ന ജീവനാണ്. ഞാൻ എന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്, ഞാൻ പിതൃത്വത്തിലാണ് എന്ന്. അതിൻ്റെ ഫലം വ്യക്തിപരമായ രീതിയിലുള്ള ബന്ധം, അത് ജീവനും സമാധാനവുമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം ധ്യാനിക്കണമെന്ന്. ഒരു സമയം വരും, ആ ധനം ഞാൻ നിങ്ങളിൽ നിന്നും പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ പിന്നെ ഞാൻ മാത്രമല്ല ആ ജീവൻ നൽകുന്നത്, അത് സഭയിൽ നിങ്ങളെല്ലാവരും ഒരു സമയത്ത് നമ്മളെല്ലാം ഒരേ ശബ്ദത്തോടുകൂടി ഒരേ ഹൃദയത്തോടുകൂടി ആ ജീവൻ നമ്മൾ നൽകുവാനിടയാകും. അപ്പോൾ പ്രിയയുടെ സഭ മാത്രമല്ല, ഇത് ബിലവഡ് സഭയാണത്. നിങ്ങൾ അത് അനുഭവിക്കുമ്പോൾ അവൻ്റെ സ്നേഹത്തെ, നിങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന്, ആ ജീവൻ പിന്നെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. വരൂ നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പഴയ നിയമത്തിലും പുതിയ നിയമവും ഞാൻ വായിക്കാറുണ്ട്. പക്ഷേ പഴയ വാഗ്ദത്തങ്ങൾ അല്ല, നമ്മളിപ്പോൾ പഴയ വാഗ്ദത്തത്തിലല്ല നിങ്ങളും. ഞാൻ വായിക്കാറുണ്ട്. ഞാൻ ആ പ്രകാശത്തിൽ, ആ വെളിച്ചത്തിൽ, ആ പൂർത്തീകരിക്കപ്പെട്ട ക്രൂശിൽ നിന്ന് വരുന്ന കാര്യത്തിലൂടെയാണ് ഞാൻ നോക്കുന്നത്. ആ പുത്രൻ്റെ തിരിച്ചറിവോടുകൂടെ ഞാൻ വചനം വായിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വചനം മാത്രമല്ല, ഗ്രന്ഥമാണ് സ്വർഗീയ പിതാവുമായിട്ടുള്ള ഓരോ ദിവസവും വെച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി അതെല്ലാം പൂർത്തീകരിച്ചു. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ വചനങ്ങളും അത് ജീവനുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വരൂ നമുക്ക് ആത്മീയ യാഗം എന്നത്തെ അർപ്പിക്കാം. യേശുവെ, അങ്ങേക്ക് നന്ദി. അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. ഇന്ന് വചനം കേട്ടതിലൂടെ ആത്മീയ ഉയർച്ച എൻ്റെ പ്രാണനിൽ വന്നത്, അതിൻ്റെ ദശാംശം ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. Father, we just thank you. I thank you that it's you, that you love us. I thank you that just the fact that even we say that we are son means we have a father. And if we have a father, then we don't have to worry about anything. You said that we can go to sleep. The Gentiles worry, but not we who have you as father. Because everything about our lives is father. Everything about our life is taken care of. I thank you that we are a supernatural being just like you. I thank you, Father, that you would always keep our minds on things above, of who we are, that you would remind us how much you love us. And you would help us, Holy Spirit, to be still, to still our mind, that we may inherit everything that you have for us. Amen. We receive it. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ അവൻ എന്നെ ഒരു പക്ഷി ചിറകിട്ടടിക്കുന്ന കാണിച്ചു. അതിൽ പിന്നെ അത് യേശുവാണ്. അതിൻ്റെ കാലിൽ ഒരു വള്ളി കെട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഒരു പക്ഷി അതിൻ്റെ ചിറകിട്ടടിക്കുമ്പോൾ നമുക്കതിനെ സഹായിക്കാൻ സാധിക്കുകയില്ല, അത് സമാധാനത്തിലായിരിക്കാത്തിടത്തോളം. അത് സമാധാനത്തിലായിരിക്കുമ്പോൾ മാത്രമേ പിന്നെ നിങ്ങൾക്കതിനെ സഹായിക്കാൻ സാധിക്കൂ. അതെന്തായിരുന്നു അത് കാണിക്കാൻ ആഗ്രഹിച്ചത്? അതിതായിരുന്നു, എൻ്റെ മനസ്സായിരുന്നു ആ ഭാരപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു, എനിക്ക് എൻ്റെ മനസ്സിനെ സമാധാനത്തിലാക്കണമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സമാധാനപ്പെടുത്തുമ്പോൾ മാത്രമേ ആ പുനരുത്ഥാന ജീവൻ നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തരുത്. നമ്മൾ വിശ്രമത്തിൽ നിലനിർത്തണം. എത്രയധികം നമ്മൾ വിശ്രമത്തിൽ നിലനിൽക്കാൻ പഠിക്കുന്നുവോ അപ്പോൾ മാത്രമേ നിങ്ങൾ പ്രശ്നങ്ങളുടെ ഇടയിൽ മാരുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം വരികയില്ല. നിങ്ങൾക്കൊരു പിതാവുണ്ട്, നിങ്ങളെ പരിപാലിക്കുന്നവൻ. പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ സമാധാനത്തിലായിരിക്കുക. നിങ്ങൾ തന്നെ അവിടെ ഇവിടെയും ഓടാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ പുനരുത്ഥാന ജീവൻ നിങ്ങളുടെ അകത്തുള്ളത് നിങ്ങൾ സമാധാനത്തിലായിരിക്കുമ്പോൾ അത് പ്രവർത്തിക്കുവാൻ തുടങ്ങും. പിതാവ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. അത് വളരെ അത്ഭുതകരമായിട്ട് നിങ്ങളെ അവൻ നടത്തും. ഇതാണ് ആ അത്ഭുതകരമായ സ്ഥാനം നിങ്ങളെ കൊണ്ടുപോകാൻ അവൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന് വേണ്ടി അത് അസാധാരണമായിട്ട് തോന്നാം, പക്ഷേ എനിക്കും നിങ്ങൾക്കും വേണ്ടി അത് അത്ഭുതകരമാണ്. നമുക്ക് ഞായറാഴ്ച കാണാം.